പീഡിപ്പിച്ചെന്ന വീട്ടമ്മയുടെ പരാതിയിൽ കോൺഗ്രസ് നേതാവും കോവളം എംഎൽഎയുമായ എം വിൻസെന്റ് അറസ്റ്റിൽ. എംഎൽഎ ഹോസ്റ്റലിൽ 3.5 മണിക്കൂർ ചോദ്യം ചെയ്തതിന് ശേഷമാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. നെയ്യാറ്റിൻകര കോടതിയിൽ ഹാജരാക്കിയ വിൻസെന്റിനെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ സമ്മർദ്ദമാണ് അറസ്റ്റിന് പിന്നിലെന്ന് എം വിൻസെന്റ് ആരോപിച്ചു. ഉച്ചയ്ക്ക് 12:40 നെയ്യാറ്റിൻകര ഡിവൈഎസ്പി ഹരിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം എംഎൽഎ ഹോസ്റ്റലിലെത്തി വിൻസെന്റിനെ ചോദ്യം ചെയ്യാൻ തുടങ്ങി. തെറ്റുകാരനല്ലെന്ന് എംഎൽഎ ആവർത്തിച്ച് പറഞ്ഞെങ്കിലും വീട്ടമ്മയുടെ മൊഴിയുടെയും ശാസ്ത്രീയ തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ കസ്റ്റഡിയിലെടുക്കാൻ തീരുമാനിക്കുകയായിരുന്നു. തുടർന്ന് എംഎൽഎ ഹോസ്റ്റലിൽ നിന്ന് എംഎൽഎയുടെ കാറിൽ തന്നെ വിൻസെന്റിനെ പേരുകുള പോലീസ് ക്ലബ്ബിലെത്തിച്ചു. പോലീസ് ക്ലബ്ബിൽ വെച്ച് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്ത് പോലീസ് വാഹനത്തിലേക്ക് മാറ്റി. പിന്നീട് നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിൽ എത്തിച്ച് വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കി. അറസ്റ്റ് രാഷ്ട്രീയ പ്രേരിതമാണെന്ന് ആരോപിച്ച എം വിൻസെന്റ് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് നേരെയും ആരോപണം ഉന്നയിച്ചു. സിപിഎമ്മിന്റെ രാഷ്ട്രീയ ഗൂഢാലോചനത്തിന്റെ ഇരയാണ് ഞാൻ. നടപടി തീർച്ചയായും രാഷ്ട്രീയ പ്രേരിതമാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ ശക്തമായ സമ്മർദ്ദമാണ് ഇതിന് പിന്നിലുള്ളതെന്നുള്ള കാര്യം സംശയമില്ല. വീട്ടമ്മയ്ക്ക് മാനസിക രോഗമാണെന്ന നിലപാടിലാണ് വിൻസെന്റ്. ഇക്കാര്യം പോലീസ് പരിശോധിക്കണമെന്ന ആവശ്യവും അന്വേഷണ സംഘത്തോട് ഉന്നയിച്ചിട്ടുണ്ട്. മീഡിയ 1 തിരുവനന്തപുരം. എം വിൻസെന്റ് എംഎൽഎയെ 14 ദിവസത്തേക്കാണ് ഇപ്പോൾ റിമാൻഡ് ചെയ്തിരിക്കുന്നത്. പീഡന കേസിലാണ് എം വിൻസെന്റ് എംഎൽഎ അറസ്റ്റിലായിരിക്കുന്നത്. ഇപ്പോൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് നമ്മോടൊപ്പം CPM നേതാവ് ശ്രീ എ വിജയരാഘവൻ, മുൻ SP ശ്രീ സുഭാഷ് ബാബു, സാമൂഹ്യ പ്രവർത്തകയായ അഡ്വക്കേറ്റ് ആശ, ശ്രീ PC ജോർജ് MLA എന്നിവരാണ്. ഒരു കോൺഗ്രസിൻ്റെ നേതാവ് ഈ ചർച്ചയിൽ പങ്കെടുക്കേണ്ടതാണ്. തീർച്ചയായും ഒരു കോൺഗ്രസിൻ്റെ നേതാവിനെ വിളിച്ചിരുന്നു. ബിന്ദു കൃഷ്ണ, കൊല്ലം DCC പ്രസിഡന്റ് ബിന്ദു കൃഷ്ണയാണ് ഈ ചർച്ചയിൽ ഇന്ന് പങ്കെടുക്കേണ്ടിയിരുന്നത്. കൃത്യം 10 മിനിറ്റ് മുമ്പ് ബിന്ദു കൃഷ്ണയുടെ ഫോൺ സ്വിച്ച് ഓഫായി. അതിനുശേഷം ബിന്ദു കൃഷ്ണയെ പല തരത്തിൽ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നതിന് വേണ്ട ശ്രമങ്ങളെല്ലാം നടത്തിയെങ്കിലും എൻ്റെ പേര് പറയണ്ട എന്നാണ് ബിന്ദു കൃഷ്ണ ഏറ്റവും ഒടുവിൽ അറിയിച്ചത്. അങ്ങനെ പറയാതെ പോയാൽ അത് പിശകാകും എന്നതുകൊണ്ട് ആവർത്തിച്ച് പറയുന്നു, ഈ ചർച്ചയിൽ പങ്കെടുക്കാമെന്ന് വളരെ നേരത്തെ ബിന്ദു കൃഷ്ണ അറിയിച്ചിരുന്നതാണ്. ഈ നിമിഷം പിൻവാങ്ങിയിരിക്കുന്നു. മറ്റാരെയെങ്കിലും ഈ ചർച്ചയിൽ കോൺഗ്രസിൻ്റെ പ്രതിനിധിയായി ടെലിഫോണിൽ കിട്ടുമോ എന്ന് ശ്രമിക്കുന്നതുമാണ്. ചർച്ചയിലേക്ക് ശ്രീ എ വിജയരാഘവൻ, ഇതിന് കൃത്യമായി ഇപ്പോൾ പറയുന്ന കോൺഗ്രസ് നേതാക്കൾ പറയുന്ന യുക്തി എന്നത് ഇത് രാഷ്ട്രീയ പ്രേരിതമായ ഒരു അറസ്റ്റാണ് എന്നതാണ്. മാത്രമല്ല MLA സ്ഥാനം രാജിവെക്കേണ്ട ഒരു സാഹചര്യം ഇപ്പോഴില്ല. അങ്ങനെ ഒരു കീഴ്വഴക്കം കേരളത്തിൽ നിലനിന്നിട്ടില്ല. ഇതിനു മുമ്പ് ഇത്തരം ആരോപണ വിധേയരായവരാരും രാജിവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല എന്നുമാണ്. ആ ന്യായവാദം നിലനിൽക്കുമോ? അല്ല, കേരളത്തിൽ ഇതിനു മുമ്പ് ഒരു MLA ഈ നിലയിൽ നമ്മൾ അറസ്റ്റ് ചെയ്തിട്ടില്ല. ഈ ആക്ഷേപം ഉന്നയിച്ചിട്ട് പിന്നെ ഇപ്പം നടന്ന സംഭവങ്ങളിലല്ലോ. ഇതിനു മുമ്പ് കേരളത്തിലൊരു MLA സംബന്ധിച്ചുണ്ടായിട്ടില്ലല്ലോ അങ്ങനെ അറസ്റ്റ് ചെയ്തൊരു സാഹചര്യം ഏതാണുള്ളൊരു ഇങ്ങനെ ഇത്തരം ഒരു സംഭവത്തിൽ ഇടപെട്ടതിൻ്റെ ഭാഗമായിട്ട്. അങ്ങനെ സംഭവമില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യം, വളരെ നമുക്ക് ആർക്കും അഭിമാനകരമല്ലാത്ത രൂപത്തിലുള്ള ഒരു പ്രവർത്തനമാണ് ഉണ്ടായത്. കേരളീയ പൊതുസമൂഹത്തിന് തന്നെ ഒരു മോശമുണ്ടാക്കുന്ന പ്രവർത്തനമല്ലേ ഈ നടന്നിരിക്കുന്നത്. അപ്പോൾ അതിനോട് ഗവൺമെൻറ് നിയമപരമായിട്ടുള്ള ഇടപെടൽ നടത്തുന്നു. സ്വാഭാവികമാണ് ഗവൺമെൻറ്റിൻ്റെ മുന്നിൽ ഇത്തരം ഒരു ആക്ഷേപം വന്നു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഒരു സ്ത്രീ ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടാണ് അവരെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തത്. അതിൻ്റെ അനുബന്ധമായി കഴിഞ്ഞ 2-3 ദിവസങ്ങളിലായിട്ട് ഈ വിഷയം ചർച്ച ചെയ്യുകയും പോലീസ് അന്വേഷിക്കുകയും അതിൽ കൃത്യമായ തെളിവുകൾ രൂപപ്പെട്ടു വരികയും ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിലാണ് അറസ്റ്റ്. ഇത്തരം ഒരു സംഭവത്തിൽ അറസ്റ്റ് അല്ലാതെ മറ്റു മാർഗ്ഗമില്ല. അതിൽ രാഷ്ട്രീയമൊന്നുമില്ല. ഇങ്ങനെയൊക്കെ ചെയ്യാണ്ടിരുന്നാൽ അറസ്റ്റ് ഉണ്ടാവില്ല. ഇങ്ങനെ ചെയ്താൽ സ്വാഭാവികമായിട്ട് അറസ്റ്റ് ചെയ്യപ്പെടില്ല. അറസ്റ്റ് ചെയ്യപ്പെടുമ്പോൾ പിന്നെ അത് ന്യായീകരിക്കാൻ കഴിയുന്നില്ല. ന്യായീകരിക്കാൻ കഴിയാത്തപ്പോൾ സ്വയം രക്ഷയ്ക്ക് വേണ്ടി ഉന്നയിക്കുന്ന ഒന്നാണ് ഇത് രാഷ്ട്രീയ പ്രേരിതമാണ് എന്നുള്ളത്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം മുഖം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. മുഖം നഷ്ടപ്പെട്ട ഒരവസ്ഥയിൽ കൃത്യമായ ഉത്തരങ്ങൾ പറയാൻ കഴിയാത്തതുകൊണ്ടുള്ള ഒരു ആരോപണം മാത്രമാണിത്. ഇത് ഗവൺമെൻറ് കൃത്യമായി നിയമപരമായ നടപടിക്രമങ്ങളിലൂടെ പോവുകയും ഈ ഉണ്ടായ സംഭവത്തിൽ കൃത്യമായ നടപടി സ്വീകരിക്കുകയും ചെയ്തിരിക്കുകയാണ്. അതാണ് സംഭവം. അതുകൊണ്ട് ഈ സത്യത്തിൽ ആ സ്ഥാനത്ത് ഇരിക്കാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും സാമാന്യമായ കാര്യം. അതിനെ പ്രോത്സാഹിപ്പിക്കുകയാണ് കോൺഗ്രസ് നേതൃത്വം ചെയ്യേണ്ടത്, മറിച്ച് ഗവൺമെൻറ്റിനെ കുറ്റം പറയുക എന്നുള്ളതല്ല. തീർച്ചയായും. അഡ്വക്കേറ്റ് ആശ, ഇന്നിപ്പോൾ ഈ ചർച്ചയിൽ നിന്നൊരു കോൺഗ്രസ് നേതാവ് ബിന്ദു കൃഷ്ണയ്ക്ക് പിൻവാങ്ങേണ്ടി വന്ന സാഹചര്യം അത് ഊഹിച്ചെടുക്കാൻ കഴിയും. കാരണം ദിലീപിൻ്റെ പ്രശ്നമുണ്ടായപ്പോൾ സിനിമാ സംഘടനയിൽ ആണ്, അതായത് സർക്കാരിൻ്റെ ഏതെങ്കിലും സ്ഥാനം വഹിക്കുന്നയാളോ ആ നിലയ്ക്ക് ഒരു ജനപ്രതിനിധിയോ ഒന്നുമല്ല, ആ ദിലീപ് രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടയാളാണ് ബിന്ദു കൃഷ്ണ. അതിൻ്റെ തുടർച്ചയായി ഇവിടെ നടന്ന ഈ പറഞ്ഞ മുകേഷിൻ്റെയും ഗണേഷിൻ്റെയും ഒക്കെ പ്രതികരണങ്ങളുടെ ഭാഗമായി അതിൻ്റെ തുടർച്ചയായി മുകേഷിൻ്റെ വീട്ടിലേക്ക് ജാഥ നടത്തിയയാളാണ് ബിന്ദു കൃഷ്ണ. അതിനുശേഷമാണ് ഇത്തരം ഒരു ആരോപണം ഉണ്ടാകുമ്പോൾ രാജിവെക്കണം എന്ന നിലപാട്
ഉറപ്പിച്ച് പറയാത്ത ഒരു രാഷ്ട്രീയ നേതൃത്വം, അല്ലെങ്കിൽ ആ നിലയ്ക്ക് ഒരു ശക്തമായ നടപടി, സംഘടനാപരമായ ഒരു നടപടിയിലേക്ക് കടക്കുമെന്നുള്ള സൂചന പോലും തരാത്ത ഒരു രാഷ്ട്രീയ നേതൃത്വത്തെ പിന്തുണയ്ക്കാനും അവർക്ക് വേണ്ടി സംസാരിക്കാനും ഒരുപക്ഷെ ബിന്ദു കൃഷ്ണയ്ക്ക് ബുദ്ധിമുട്ട് കാണും. അതുകൊണ്ടായിരിക്കും പിൻവാങ്ങിയിട്ടുണ്ടാവുക. എന്തായാലും ഈ ഒരു അഴകുഴമ്പൻ നിലപാട് ഒരു രാഷ്ട്രീയ നേതൃത്വം സ്വീകരിക്കുന്നത് കേരളീയ സമൂഹം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത് എങ്ങനെയാണ് ധാർമ്മികമായ ഒരു നിലപാടാവുക? ബിന്ദു കൃഷ്ണയുടെ നിലപാട് അല്ലെങ്കിൽ അതിന്റെ ധാർമ്മികത എല്ലാം നമ്മൾ സത്യത്തിൽ സംസാരിക്കേണ്ടത്. ഒരിക്കലുമല്ല. ഞാൻ ആ ബിന്ദു പറഞ്ഞത് ബിന്ദു കൃഷ്ണയെ പോലുള്ള നേതാവ് ഇത്തരം വിഷയങ്ങളിൽ കൃത്യമായി രാജി ആവശ്യമൊക്കെ ഉന്നയിച്ച് എടുത്തു ചാടാറുള്ള ഒരു വ്യക്തിയാണ്. പക്ഷേ ഇങ്ങനെ ഈ ഒരു പ്രത്യേക പ്രതിസന്ധിയിലേക്ക് ബിന്ദു കൃഷ്ണയെ കൊണ്ടെത്തിച്ചിരിക്കുന്നത് ഒരുപക്ഷെ അതിനുശേഷം പ്രതികരിച്ച, ഈ ചർച്ചയിലെത്താമെന്നൊക്കെ പറഞ്ഞതിന് ശേഷം പ്രതികരിച്ച KPCC പ്രസിഡന്റ് MM ഹസൻ തന്നെയാവാം. അദ്ദേഹമാണ് പറയുന്നത് ഈ പറഞ്ഞ എന്താണ് ഇത് രാഷ്ട്രീയ പ്രേരിതമായ ഒരു അറസ്റ്റാണ് എന്നും ആ നിലയ്ക്കുള്ള രാഷ്ട്രീയ വൈരം തീർക്കാൻ വേണ്ടിയുള്ള നടപടിയാണ് എന്നുമൊക്കെ. അപ്പോൾ അങ്ങനെ ന്യായീകരിക്കാനാണ് നേതൃത്വം ശ്രമിക്കുന്നത് എന്ന തോന്നലാവാം അവരെ പിൻവാങ്ങാൻ പ്രേരിപ്പിച്ചിട്ടുണ്ടാവുക. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, ആ രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ അഴകുഴമ്പൻ നിലപാട് എങ്ങനെയാണ് ധാർമ്മികമാവുക? ഞാനൊരു കാര്യം വ്യക്തമായിട്ട് പറയാം. ഇത് ഒരു ആളും നിയമത്തിന് അതീതരല്ല എന്നാണ് നമ്മളിതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അഡ്വക്കേറ്റാണ് ബിന്ദു കൃഷ്ണ. പിന്നെ അവരുടെ പാർട്ടിയിലെ ഒരുവിധം ആളുകളൊക്കെ തന്നെ LLB എടുത്ത ആളുകളൊക്കെ തന്നെയാണ്. പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടോ ഇല്ല എന്നുള്ള വേറെ കാര്യം. പക്ഷേ എന്നിരുന്നാലും നിയമബോധമുള്ള, നിയമം എന്താണെന്ന് അറിയുന്ന ആളുകളാണ്. അപ്പോൾ അവർക്കറിയാം ഒരാൾ ചെയ്ത കുറ്റകൃത്യം കൃത്യമായി തന്നെ അത് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ, പ്രഥമ വിവരം കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ ആൾക്ക് നേരെയുള്ള ഒരു അറസ്റ്റ് ഉണ്ടാവുക, അത് റിമാൻഡ് ചെയ്യപ്പെട്ടു, ആൾ ജയിലിലേക്ക് പറപ്പിച്ചു. അപ്പോൾ ആ സമയത്ത് ഒരു ധാർമ്മിക ഉത്തരവാദിത്തത്തിൻ്റെ പേരിൽ ആ MLA രാജിവെക്കണം. അയാൾ രാജിവെച്ചില്ലെങ്കിൽ ആ പാർട്ടി രാജി ആവശ്യപ്പെടണം. കാരണം അദ്ദേഹത്തിന് ധാർമ്മികമായി തുടരാനുള്ള അവകാശം കൂടെ ഇല്ലാണ്ടാവുകയാണ്. ഇത് എല്ലാ സംഗതികളിലും, അത് സ്ത്രീ പീഡന വിഷയങ്ങളിൽ മാത്രമല്ല എല്ലാ വിഷയങ്ങളിലും നമ്മൾ കർശനമായിട്ട് ആവശ്യപ്പെടാറുള്ള സംഗതിയാണ്. പക്ഷേ ഇങ്ങനത്തെ ഒരു ഗതികേട് പാവം ബിന്ദു കൃഷ്ണയ്ക്ക് ഉണ്ടായിപ്പോയി എന്നുള്ളതിൽ നമുക്ക് സങ്കടമുണ്ട്. കാരണം അവരുടെ പാർട്ടിയിലെ തന്നെ സമുദ്രനായിട്ടുള്ള നേതാക്കന്മാർ, ഒരുപാട് വോട്ട് വാങ്ങി ജയിച്ചു വന്ന ആൾക്കാരെ പിന്താങ്ങേണ്ടത്, അവരുടെ ഭാഗത്തുള്ള ക്രിമിനൽ മുഖങ്ങൾ അഴിഞ്ഞു വീഴുന്ന സമയത്ത്, നമ്മുടെ മുന്നിൽ വെളിവാകുന്ന സമയത്ത് അവർക്ക് മിണ്ടാതിരിക്കേണ്ട ഗതികേട് വരികയാണ്, ഒളിച്ചോടി പോകേണ്ട ഗതികേട് വരികയാണ്. ഇതെന്താ വെച്ചാൽ ഒരു ഡിസിഷൻ മേക്കിംഗ് പവറിൽ എവിടെയാണ് ഒരു സ്ത്രീ നേതൃത്വം ഉള്ളത്, അല്ലെങ്കിൽ സ്ത്രീയുടെ ഒരു ബോധ നിലവാരമുള്ള ആളുകളുള്ളത്, അതിൻ്റെ ഒരു കുറവാണ്. അതല്ലാതെ ഇപ്പോൾ അവരുടെ ആ പാർട്ടിയുടെ ഉന്നത തലങ്ങളിൽ കൃത്യമായ നീതിബോധമുള്ള ഒരു ആൾ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ആ ആൾ കൃത്യമായിട്ട് പറയുമായിരുന്നു ഇങ്ങനെ ചെയ്യണം എന്നുള്ളത്. അല്ലാതെ എൻ്റെ പാർട്ടിയിലെ ആൾക്കാർ വരുന്ന സമയത്ത് ഞങ്ങൾ മുങ്ങാം, നമുക്ക് ഫേസ് തരാതിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് വേറൊരു തീരുമാനമാണ്, അവിടെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെ സമ്മർദ്ദമാണ്, അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രേരിതമാണ്, പാവപ്പെട്ട ഒരുപാട് മനുഷ്യർ മറ്റു പല രീതിയിലും കുറ്റവാളികളാവേണ്ട ഗതികെട്ട അവസ്ഥയിലെത്തിയിട്ടുണ്ട്. ആ സമയത്തൊന്നും ഇവർക്ക് ഇത്തരം കാര്യങ്ങൾ അറിയില്ല, ഇവരെ പോലീസ് ഭരിച്ചിരുന്ന സമയത്ത് തന്നെ. അപ്പം ഇവരുടെ തിരിച്ചു വരുന്ന സമയത്താകുമ്പോൾ അതിന് ഒരുപാട് ആക്ഷേപങ്ങൾ പറയും. നമ്മളിത് സ്ഥിരം കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരാൾക്ക് ഒരു നീതി പറയാം, മറ്റൊരാൾക്ക് മറ്റൊരു നീതി പറയുക എന്നുള്ളത് ശരിയല്ല. ആ ശരികേട് ഇപ്പം വളരെ കൃത്യമായിട്ട് നമ്മുടെ മുന്നിൽ റിവീൽ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവരുടെ ഇരട്ടത്താപ്പ്, രാഷ്ട്രീയ പാർട്ടികളുടെ ഇരട്ടത്താപ്പ്, ഒരു നേതാവായി ഒരു പാർട്ടിയിലൂടെ വളർന്നു വരാൻ ഒരു സ്ത്രീ പെടുന്ന പെടാപ്പാടുണ്ട്. അങ്ങനെ അവർ ഉന്നതമായൊരു സ്ഥാനത്തെത്തി, നമ്മളൊക്കെ സന്തോഷിച്ചു. അപ്പോൾ അവർക്ക് പക്ഷേ ഒന്നും മിണ്ടാൻ പറ്റാതെ മുങ്ങുന്ന അവസ്ഥ വരെയാണ്. അത് മറ്റൊരു ഗതികേടാണ്. അതായത് സ്ത്രീകളുടെ നേരെ അതിക്രമം നടത്തുന്ന സമയത്ത് വനിതാ നേതാവിന് സംസാരിക്കാൻ പോലും അവകാശമില്ലാതെ, മുഖം തരാതെ ഒളിച്ചോടേണ്ട ഗതികേട് വരുന്ന ഒരു പ്രസ്ഥാനം. അവിടെ എന്ത് ജനാധിപത്യ ബോധമുള്ളത്? പിന്നെയാണോ അവർക്ക് ധാർമ്മികത ഉണ്ടാവാൻ പോണത്? തീർച്ചയായും. അതുകൊണ്ടാണ്, അത് മാത്രമല്ല ഈ വിഷയത്തിൽ ഇത്തരം വിഷയങ്ങളിൽ മുമ്പും ആരോപണം ഉണ്ടായപ്പോൾ, ഇത്തരം വിഷയം അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒക്കെ തരത്തിലുള്ള ആരോപണം ഉണ്ടായപ്പോൾ രാഷ്ട്രീയ ധാർമ്മികതയുടെ പുറത്ത് രാജിവെച്ചേക്കാമെന്നുള്ള തീരുമാനമൊക്കെ പണ്ടേ കോൺഗ്രസ് ഉപേക്ഷിച്ചതാണ്. അതുകൊണ്ട് അത് പ്രതീക്ഷിക്കാനും കഴിയില്ല. ഞാൻ തിരിച്ചു വരാൻ താങ്കളിലേക്ക്, ശ്രീ സുഭാഷ് ബാബുവിലേക്ക്. ശ്രീ സുഭാഷ് ബാബു, ഇന്നിപ്പോൾ കസ്റ്റഡി അപേക്ഷ എന്തായാലും പോലീസ് നൽകിയിട്ടില്ല. ഇപ്പോൾ 2 ആഴ്ചത്തേക്ക് റിമാൻഡ് ചെയ്യുകയാണ് കോടതി ചെയ്തിരിക്കുന്നത്. ഈ കൃത്യമായ തെളിവുകൾ ഉണ്ട് എന്ന സൂചനയില്ലാതെ ഒരു MLAയെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് തയ്യാറാവുമോ? ഇല്ല, പ്രാഥമികമായിട്ട് അവർക്ക് ഏകദേശം അന്വേഷണത്തിൽ കുറ്റസ്ഥാപനം നടത്താനുള്ള തെളിവ്, അതായത് ഒരു അറസ്റ്റിന് വഴിതെളിക്കാൻ പറ്റിയ തെളിവ് അവരുടെ കൈവശം കിട്ടിയിട്ടുണ്ടാവും. അല്ലെങ്കിൽ എന്തായാലും MLA അറസ്റ്റ് ചെയ്യില്ല. കാരണം ഇതൊക്കെ ചോദ്യം വരുന്നതും അതിൽ വിശകലനങ്ങൾ നടക്കുന്നതൊക്കെ കാര്യങ്ങളാണ്. അപ്പോൾ അത് എത്രമാത്രം ശരിയാണ് എന്ന് അത് സത്യസന്ധമായ അന്വേഷണം നടത്തുന്ന അവസരത്തിൽ
നമുക്ക് ബോധ്യപ്പെടാൻ സാധിക്കും. അത് പോലീസ് ഇപ്പോൾ അവരുടെ അറസ്റ്റിനെ സാധൂകരിക്കാൻ ആവശ്യമായ തെളിവുകൾ വെച്ചിട്ട് പ്രാഥമികമായ ഒരു റിപ്പോർട്ട്, റിമാൻഡ് റിപ്പോർട്ടിൽ ഇപ്പോൾ എന്തായാലും ശരി ഏതൊക്കെ സാഹചര്യത്തിലാണ് അറസ്റ്റ് ചെയ്യുന്ന റിമാൻഡ് റിപ്പോർട്ടിൽ എന്തായാലും ഉണ്ടാവും. ആ റിമാൻഡ് റിപ്പോർട്ട് പിന്നെ പത്രങ്ങൾക്കൊക്കെ നാളെയോ എല്ലാവർക്കും നാളെ ഞായറാഴ്ചയാണ്, തിങ്കളാഴ്ചത്തേക്ക് കിട്ടുമ്പോൾ നമുക്ക് ഏകദേശം തെളിവിൻ്റെ ഒരു രൂപം കിട്ടും. അതല്ലാതെ പോലീസിൻ്റെ കേസ് ഡയറിയിൽ എന്ന് എഴുതിയത് നമുക്കാർക്കും മനസ്സിലാക്കാൻ സാധ്യമല്ല. എന്തായാലും ആ റിമാൻഡ് റിപ്പോർട്ട് വരുന്ന കേവലം എന്തായാലും ഈ സംഭവത്തിന് ശേഷം MMSന്റെ പ്രതികരണം, കെ മുരളീധരന്റെ പ്രതികരണം, ഈ പറഞ്ഞ അറസ്റ്റിലായിരിക്കുന്ന വിൻസെന്റിന്റെ പ്രതികരണം ഒക്കെ വരുന്നത് ഇത് രാഷ്ട്രീയമായ പകപോക്കലാണ്, മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ ഇടപെടൽ കൊണ്ടാണ് അറസ്റ്റ് ഉണ്ടായത് എന്നൊക്കെയാണ്. ഏത് ഇടപെടൽ ഉണ്ടായാലും ഒരു MLA അങ്ങനെ അറസ്റ്റ് ചെയ്യാൻ കഴിയുമോ? തെളിവിന്റെ അടിസ്ഥാനത്തിലല്ലാതെ കേരളം പോലെ ഒരു സംസ്ഥാനത്ത്, പ്രത്യേകിച്ച് പുതിയ കാലത്ത്, മുമ്പൊക്കെ ഉണ്ടായിട്ടുണ്ടാവാം, അങ്ങനെ ഒരു അറസ്റ്റിന് പോലീസ് തുനിയുമോ? രാഷ്ട്രീയ പ്രേരിതമെന്ന് എന്നെ സംബന്ധിച്ചുള്ള ഒരു വ്യക്തിക്ക് പറയാൻ പറ്റില്ല. അത് രാഷ്ട്രീയമായിട്ട് പറയുന്ന ആൾ, ഞാൻ രാഷ്ട്രീയമായിട്ട് കാര്യങ്ങളെ നോക്കിക്കാണാറില്ല. നിയമപരമായിട്ട് പോലീസ് സമ്മർദ്ദമുണ്ടോ ഇല്ലയോ എന്നുള്ള അവരാണ് പറയേണ്ടത്, അന്വേഷണ ഉദ്യോഗസ്ഥന്മാരാണ്. എന്തായാലും ശരി, പോലീസ് അറസ്റ്റ് ചെയ്യുമ്പോൾ രാഷ്ട്രീയ സമ്മർദ്ദം കൊണ്ടെന്ന് പറഞ്ഞ് കോടതിയിലൊന്നും കൊണ്ടു കൊടുക്കാൻ പറ്റില്ല, കേസ് ഡയറിയിൽ എഴുതാനും പറ്റില്ല. കേസ് ഡയറിയിലെ തെളിവിൻ്റെ പ്രധാന ഭാഗങ്ങൾ എന്താണ്, ഞങ്ങളെ അറസ്റ്റിലേക്ക് നയിക്കുന്നതിന് സാധൂകരിക്കുന്ന തെളിവുകൾ എന്താണ് ഞങ്ങൾക്ക് ലഭിച്ചത് എന്ന് അവർ നിർബന്ധമായിട്ടും അവർ കേസ് ഡയറിയിലും അതുപോലെ തന്നെ അതിൻ്റെ ഒരു സംക്ഷിപ്ത രൂപം, ഇതുവരെ ശേഖരിച്ച തെളിവിൻ്റെ സംക്ഷിപ്ത രൂപം ആ റിമാൻഡ് റിപ്പോർട്ടിൽ എഴുതുകയും വേണം. ആ റിമാൻഡ് റിപ്പോർട്ട് കോടതിയിൽ കൊടുക്കുന്നതോടൊപ്പം തന്നെ ഇതുവരെയുള്ള കേസ് ഫയലിൻ്റെ ഒരു കോപ്പി നിർബന്ധമായിട്ടും കോടതിക്ക് ചോദിക്കാം. കോടതി കൊടുക്കണമെന്നാണ് നിയമം പറയുന്നത്, പക്ഷേ എല്ലാ കോടതിയും ചോദിക്കാറില്ല. കോടതി കൊടുക്കണമെന്ന് നിർബന്ധമുണ്ട്. അപ്പോൾ അത് അവർ കൊടുത്തിട്ടുണ്ടോ ഇല്ലെങ്കിലും എന്തായാലും ശരി, ഇന്ന് കസ്റ്റഡി അപേക്ഷ കൊടുക്കാൻ പറ്റില്ല. നേരത്തെ ചോദിച്ചു, കസ്റ്റഡി അപേക്ഷ കൊടുക്കാൻ പറ്റില്ല. കാരണം കസ്റ്റഡിയിൽ മജിസ്ട്രേറ്റ് ജുഡീഷ്യൽ കസ്റ്റഡിയിലേക്ക് വന്നതിന് ശേഷം മാത്രമേ കസ്റ്റഡി അപേക്ഷ കൊടുക്കാം. അത് തിങ്കളാഴ്ചയെ അവർ കൊടുക്കാൻ പറ്റുള്ളൂ. ഈ കേസിൽ കസ്റ്റഡിയിൽ കിട്ടാൻ സാധ്യതയുണ്ട്. എന്തായാലും 3 ദിവസം, ഏറ്റവും ചുരുങ്ങിയത് 3 ദിവസം പോലീസിന് കസ്റ്റഡി വാങ്ങിക്കാം. അത് തെളിവ് ശേഖരണത്തിൻ്റെ ഭാഗമായിട്ടാണ്. അദ്ദേഹം പോയ സ്ഥലങ്ങളും അദ്ദേഹത്തിൻ്റെ ഫോണ് അല്ലെ വേറെ ഏതെങ്കിലും ഈ പാർശ്വമായ അന്വേഷണങ്ങളൊക്കെ അതിന് ആവശ്യമായിട്ട് വരും. അതുകൊണ്ട് കസ്റ്റഡി വന്നതിന് ശേഷം മാത്രമേ ജാമ്യം കിട്ടുന്ന ഒരു പ്രശ്നം വരുന്നുള്ളൂ. അതുവരെ എന്തായാലും ശരി, പോലീസിൻ്റെ അന്വേഷണത്തിൻ്റെ തെളിവുകൾ കോടതി മുമ്പാകെ ഹാജരാക്കാനുള്ള ബാധ്യത പോലീസിനുണ്ട്. ഇപ്പോൾ അവർക്ക് അറസ്റ്റ് സാധൂകരിക്കാൻ ഉതകുന്ന തെളിവുകൾ കിട്ടിയിട്ടുണ്ടാവും. ഇല്ലെങ്കിൽ രാഷ്ട്രീയ പ്രേരിതമായിട്ടൊക്കെ അറസ്റ്റ് ചെയ്താൽ ഈ അറസ്റ്റ് ചെയ്ത ഉദ്യോഗസ്ഥൻ പിന്നെ കൈകാലും ഇട്ട് അടിക്കേണ്ടി വരും. അതുകൊണ്ട് അത് ചെയ്യാൻ സാധ്യതയില്ല. എന്തായാലും തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയായിരിക്കും ഇപ്പോൾ അറസ്റ്റ് ഉണ്ടായിട്ടുള്ളത്. തീർച്ചയായും വ്യക്തമാണ്. ഈ ശ്രീ എ ഷുക്കൂർ, കോൺഗ്രസ് നേതാവ്, ഇപ്പോൾ നമ്മോടൊപ്പം ടെലിഫോണിൽ ചർച്ചയിൽ ചേരുകയാണ്. ശ്രീ എ ഷുക്കൂർ, ഇത് രാഷ്ട്രീയ പ്രേരിതമാണ് ഈ അറസ്റ്റ് എന്നതാണ് കോൺഗ്രസിൻ്റെ ഔദ്യോഗിക പ്രതികരണം. ആ ന്യായവാദത്തിന്റെ യുക്തി എന്താണ്? ഇത് ഈ കേസുമായി ബന്ധപ്പെട്ട് നമ്മൾ പരിശോധിക്കപ്പെടുമ്പോൾ വളരെ വേഗതയിൽ ധൃതി പിടിച്ചുള്ള ചില നടപടികൾ നമുക്ക് കാണാൻ കഴിയും. കാരണം ഇതിനകത്ത് ഏതായാലും ഒരു MLA ആണ്, MLA നിയോജകമണ്ഡലത്തിൽ തന്നെ വന്നിരിക്കുന്ന ഒരു പ്രശ്നമാണ്. MLA മാത്രമല്ല അങ്ങോട്ട് വിളിച്ചിരിക്കുന്നത്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമായിട്ട് പോലീസ് ഉയർത്തിക്കാട്ടുന്നത് ഇത് വാങ്ങിക്കുന്ന ഭാഗമായി. പക്ഷെ ഇവിടെ കാണുന്ന ആ വേഗതയുണ്ടല്ലോ, ആ വേഗത എന്തുകൊണ്ടാണ് നമുക്ക് മറ്റു പല കേസുകളിൽ കാണാൻ കഴിയുന്നില്ല? ശ്രീ എ ഷുക്കൂർ, അതൊരു വിചിത്രമായ വാദമല്ലേ? കാര്യക്ഷമമായ ഒരു പോലീസ് സംവിധാനത്തിന് വേഗത്തിൽ ആളെ കണ്ടെത്താനും അല്ലെങ്കിൽ അതിന്റെ വസ്തുത തെളിയിക്കാനും ഒക്കെ കഴിയും എന്ന് വിശ്വസിച്ചുകൂടെ? അല്ല, അറസ്റ്റ് അത്ര വേഗതയിലായി, അതൊരു സമ്മർദ്ദവും ഗൂഢാലോചനയും ഉണ്ട് എന്നുള്ളത് പകൽ പോലെ വ്യക്തമാകുന്നതാണ്. കാരണം എങ്കിൽ പിന്നെ ഈ നിലപാട് എന്തുകൊണ്ട് ദിലീപിന്റെ കാര്യത്തിൽ നിങ്ങൾ സ്വീകരിച്ചില്ല? ഈ നിലപാട് എന്തുകൊണ്ട് മുകേഷിന്റെയും ഗണേഷിന്റെയും കാര്യത്തിൽ നിങ്ങൾ സ്വീകരിച്ചില്ല? ദിലീപിന്റെയും മുകേഷിന്റെയും കാര്യത്തിൽ എടുത്ത നിലപാട് തന്നെയാണ് ഇതിനകത്ത് ധാർമ്മികതയുടെ. ഒന്നുമല്ല ഈ സർക്കാരുമായി ഒരു ബന്ധവുമില്ലാത്ത ദിലീപിനെ സിനിമാ സംഘടനകളിൽ നിന്ന് പുറത്താക്കണമെന്ന് കോൺഗ്രസ് നേതാക്കൾ ആവർത്തിച്ച് ആവശ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. തീർച്ചയായും ദിലീപിന്റെ ഒരു കേസ് പോലെ ഇതിനെ കാണാൻ കഴിയില്ല. എന്തുകൊണ്ട് കാണാൻ കഴിയില്ല? ദിലീപ് അവകാശപ്പെടുന്ന എല്ലാ കാര്യങ്ങളും അതുപോലെ തന്നെ അവകാശപ്പെടാൻ ഇവിടെ വിൻസെന്റിനും കഴിയും. അല്ലല്ല, വിൻസെന്റിന്റെ നിയോജക മണ്ഡലം, വിൻസെന്റിനെ അങ്ങോട്ട് വിളിച്ചിരിക്കുന്നു, വിൻസെന്റ് തിരിച്ചു വിളിച്ചിരിക്കുന്നു. അതുകൊണ്ട് വിൻസെന്റ് നിരപരാധിയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. അപരാധിയാണെങ്കിൽ ശിക്ഷിക്കപ്പെടുകയും വേണം. ആ ഉത്തരവാദിത്തമെടുത്ത് തെറ്റ് ചെയ്തിട്ടുള്ള ബോധം
ഉണ്ടെങ്കിൽ അദ്ദേഹം രാജിവെച്ച് ഒഴിയേ ചെയ്യണം. പക്ഷേ ഈ രണ്ട് വാദങ്ങളും ഒരുമിച്ച് നിലനിൽക്കില്ലല്ലോ ശ്രീ ഷുക്കൂർ. കാരണം ഒന്ന്, ഈ വിളിച്ചിട്ടുണ്ട് എന്നത് ഈ ഫോൺ കോൾ രേഖകളുടെ അടിസ്ഥാനത്തിൽ മാത്രമല്ല പോലീസിന്റെ നടപടി. ഈ വിവരങ്ങളെല്ലാം അതായത് നാട്ടിലൊരു മെഡിക്കൽ ക്യാമ്പിൽ പങ്കെടുത്ത ഈ സ്ത്രീയുടെ ഫോൺ നമ്പർ ഒരാൾ കൈക്കലാക്കി നിരന്തരം ശല്യം ചെയ്യുന്നു. അത് പരിഹരിക്കാമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ സ്ത്രീയുടെ നമ്പർ MLA വാങ്ങുന്നത്. അതിന്റെ തുടർച്ചയായി പിന്നെ ഫോൺ കോളുകൾ ആകുന്നു. അതങ്ങനെ കഴിഞ്ഞ 5 മാസമായി 900 ഫോൺ കോളുകളിൽ എത്തുന്നു. ഇതാണ് സാഹചര്യം. ഈ സാഹചര്യം മുമ്പേ അറിയാവുന്നവരുണ്ട്, ഒരു വൈദികനും ഒരു കന്യാസ്ത്രീയും, ഒപ്പം ഈ സ്ത്രീയുടെ ആങ്ങളെയും. അപ്പൊ ഇത്രയും പേരോട് അവരുടെ എല്ലാം മൊഴിയെടുത്തതിന് ശേഷമാണ്, ഈ തിരക്ക് കൂട്ടി എന്ന് പറയുമ്പോൾ അവരുടെ എല്ലാം മൊഴിയെടുത്തതിന് ശേഷമാണ്, ഈ വൈദികന്റെയും കന്യാസ്ത്രീയുടെയും എല്ലാം മൊഴിയെടുത്തതിന് ശേഷമാണ് പോലീസ് ഈ കൺക്ലൂഷനിലേക്ക് എത്തുന്നത്, ഇദ്ദേഹത്തെ ചോദ്യം ചെയ്യുന്നത്, അതിനുശേഷം അറസ്റ്റിലേക്ക് കടക്കുന്നത്. ഇത്രയുമൊക്കെ നടപടിക്രമങ്ങളൊക്കെ തന്നെയാണ്, ഏതാണ്ട് ഇതുപോലെയൊക്കെ തന്നെയാണ് ദിലീപിന്റെ കാര്യത്തിലും സംഭവിച്ചത്. പക്ഷേ ദിലീപിന്റെ കാര്യത്തിൽ ധാർമ്മികതയും ക്ഷമകേടുമൊക്കെ കാണിച്ച ഒരു സംഘടന, ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം കൂടിയാണ്. അതിൻ്റെ ഒരു ജനപ്രതിനിധി ഇങ്ങനെ കുടുങ്ങുമ്പോൾ ആ നിലപാട് സ്വീകരിക്കാതിരിക്കുന്നത് വിചിത്രമല്ലേ? ഈ ദിലീപിന്റെ കാര്യത്തിൽ എടുത്തിട്ടുള്ള നടപടികൾ ഇവിടെയും ആശാസ്യമാണ്, ഇല്ലാന്ന് ഞാൻ പറ്റുന്നില്ല. പക്ഷെ ഇവിടെ ഒരു ജനപ്രതിനിധി തന്റെ നിയോജക മണ്ഡലത്തിലെ തനിക്ക് വോട്ട് ചെയ്തോ വോട്ട് ചെയ്യാതിരിക്കുകയോ ചെയ്തത് ആരായാലും ആളുമായിട്ടുള്ള സമ്പർക്കം, ആ സമ്പർക്കത്തിന്റെ തുടക്കം മുതലുള്ള കാര്യങ്ങൾ നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. അതിന് കാര്യങ്ങൾ കൂടി ചെയ്ത് തീർക്കേണ്ടിയുണ്ടായിരുന്നു. പക്ഷെ ഇതൊരു സമ്മർദ്ദത്തിന്റെ ഫലമായി അറസ്റ്റ് രേഖപ്പെടുത്തിയതാണ്. അത് നിങ്ങളിപ്പോൾ സംഘം ചേർന്ന് അദ്ദേഹത്തെ പ്രൊട്ടക്ട് ചെയ്യുകയാണ് ശ്രീ ഷുക്കൂർ. കാരണം ഞാനൊരു കാര്യം ഞാൻ താങ്കളോട് തന്നെയാണ് ചോദിക്കുന്നത്, ഈ സംഘം ചേർന്ന് പ്രൊട്ടക്ട് ചെയ്യുകയല്ലേ? കാരണം MM ഹസൻ ആരാണ്? KPCCയുടെ പ്രസിഡന്റാണ്. MM ഹസൻ KPCCയുടെ പ്രസിഡന്റാണ്. K മുരളീധരൻ മുൻ പ്രസിഡന്റാണ്. രമേശ് ചെന്നിത്തല മുൻ പ്രസിഡന്റും ഇപ്പോൾ പ്രതിപക്ഷ നേതാവുമാണ്. ഈ 3 പേരും ഒരേ സ്വരത്തിൽ ഈ MM ഹസനെ സംരക്ഷിക്കാൻ വേണ്ട നിലപാട് സ്വീകരിക്കുന്നത് രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് പറയുന്നു. അങ്ങനെ അദ്ദേഹം രാജിവെക്കേണ്ട സാഹചര്യമില്ല എന്ന് പറയുന്നു. ഈ നിലപാടൊന്നും അല്ലല്ലോ ഏതാനും ആഴ്ചകൾക്ക് മുൻപ് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് കണ്ടത്. അതിന് അങ്ങേയറ്റം വിരുദ്ധമായ നിലപാട് ഇപ്പോൾ സ്വീകരിക്കുകയാണ്. മാത്രമല്ല നിങ്ങൾക്ക് ധാർമ്മികമായ ഉത്തരവാദിത്വമുണ്ടെങ്കിൽ സംഘടനയിൽ നിന്ന് അന്വേഷണ വിധേയമായി അദ്ദേഹത്തെ പുറത്താക്കണ്ടേ? പ്രവർത്തകരുടെ പരാതിയിന്മേൽ അന്വേഷണം നടന്നിട്ടില്ല, അല്ലെങ്കിൽ അന്വേഷണം നടന്നതിനെ കുറിച്ചുള്ള ബാക്കി നടപടിക്രമങ്ങളിലേക്ക് പോയിട്ടില്ല. അതിന്റെ ചരിത്രം നമുക്കറിയാമല്ലോ. അത് എപ്പോഴാണ് ആ പരാതി ഉണ്ടായത്? ആ പരാതി അങ്ങനെ ഒരു മാധ്യമ പ്രവർത്തക പോലും, AK ശശീന്ദ്രന്റെ കാര്യത്തിൽ ഒരു മാധ്യമ പ്രവർത്തക പോലും ഉണ്ടായത് എപ്പോഴാണ്? ഇതെല്ലാം അറസ്റ്റിന് ശേഷമാണ്, മറ്റ് അറസ്റ്റുകൾക്ക് ശേഷം. അതിനു മുമ്പ് ഈ എന്താണ് ഒരു 3-4 ദിവസം അങ്ങനെ ഒരു വിഷയം മറച്ചു വെച്ചതിന് ശേഷമാണ് ആ മാധ്യമത്തിന്റെ പ്രതിനിധികൾ വന്ന് ഞങ്ങളുടെ മാധ്യമ പ്രവർത്തക തന്നെയാണ് വിളിച്ചത് എന്ന് പോലും പറയുന്നത്. അതൊക്കെ പിന്നീടുണ്ടായതാണ്. ഇവിടെ അങ്ങനെ അല്ലല്ലോ. ഒരു പരാതിക്കാരിയുണ്ട്. അടുത്തത് കൂടെ കേൾക്കൂ. വടക്കാഞ്ചേരിയിലെ കേസ് എന്തായി? ആ കേസിൽ നമ്മുടെ ഭാഗ്യലക്ഷ്മിയുടെ ആ ഭാഗത്ത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ അവർ പറഞ്ഞതുമായി വ്യക്തമായി ഏത് നടപടി സ്വീകരിച്ചു? CPM ആയതുകൊണ്ടല്ലേ സ്വീകരിക്കാത്തത്? കേന്ദ്ര കൗൺസിലർ CPM-ന്റെ ഭാഗമായതുകൊണ്ടല്ലേ? അപ്പോൾ സമ്മർദ്ദങ്ങൾ ഒരു പ്രതിപക്ഷത്തിന്റെ ഒരു പ്രശ്നം വന്നാൽ അതിൽ മറ്റൊരു തരത്തിലുള്ള സമ്മർദ്ദം, മറ്റൊരു സഹായം. ഞാനൊരു കാര്യം ചോദിക്കട്ടെ ശ്രീ ഷുക്കൂർ, ഈ വിഷയം, ഈ ജയന്തന്റെ കേസ്, തൃശ്ശൂരിലെ കൗൺസിലറുടെ കേസ് എത്ര ദിവസം കേരളത്തിലെ മാധ്യമങ്ങൾ ചർച്ച ചെയ്തു? ഏത് നിലയ്ക്കാണ് ആ വിഷയത്തെ ലൈവായി നിർത്തിയത്? ആ വിഷയത്തിൽ നിങ്ങൾ സ്വീകരിച്ച നിലപാട് എന്താണ്? കുറഞ്ഞ പക്ഷം ജയന്തന്റെ വിഷയത്തിൽ നിങ്ങൾ സ്വീകരിച്ച നിലപാട് നിങ്ങളുടെ സ്വന്തം പാളയത്തിൽ ഉണ്ടാകുമ്പോൾ സ്വീകരിക്കേണ്ടേ? അല്ല ഹർഷൻ, അവിടെ ഉൾപ്പെടെ മറ്റ് പൊതുപ്രവർത്തകർ ഉൾപ്പെടെ സിനിമാ മേഖലയിൽ പണിയെടുക്കുന്നവരുൾപ്പെടെ അവർ സ്ത്രീ സുരക്ഷയുടെ പേരിൽ ശബ്ദമുയർത്തുന്നവരുൾപ്പെടെ മാധ്യമ പ്രവർത്തകരെ കണ്ട് പരാതികൾ പറയുന്നു. ആ നടപടി എങ്ങോട്ട് പോയി? അല്ല, ഞാൻ ചോദിക്കട്ടെ, ഇത് അവർ നടപടി സ്വീകരിക്കാത്തത് കൊണ്ട് ഞങ്ങളും നടപടി സ്വീകരിക്കേണ്ടതില്ല എന്ന വിചിത്രമായ വാദം, പതിവ് വാദം ഇങ്ങനെ ഉന്നയിക്കരുത് ദയവ് ചെയ്ത്. കാരണം നിങ്ങൾ എന്താണ് പറഞ്ഞത്? ഈ 4-5 ദിവസങ്ങൾക്ക് മുൻപ് സമാനമായ വിഷയങ്ങളിൽ നിങ്ങൾ സ്വീകരിച്ച നിലപാട്, നിങ്ങളുടെ ആവശ്യം എന്തായിരുന്നു എന്ന് കേരളം നിലപാടിൽ തന്നെയാണ്. ഇതിനകത്ത് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ MLA ശിക്ഷിക്കപ്പെടുക തന്നെ വേണം. ഈ പറഞ്ഞ മുകേഷിന്റെ വീട്ടിലേക്ക് 8-9 മാർച്ച് നടത്തിയ ബിന്ദുകൃഷ്ണ ഈ ചർച്ചയിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോ ധാർമ്മികമായ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് അവിടെ രാജിവെക്കുകയും വേണം. ഇതാണ് ഞങ്ങളുടെ വാദം.
ധാർമ്മികമായ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് രാജിവെക്കണം എന്ന് ആവശ്യപ്പെടുകയാണോ താങ്കൾ? അല്ലല്ല, അങ്ങനെ അതിനകത്ത് തെറ്റേക്ക്, കാരണം സമ്മർദ്ദം കൂടിയിരിക്കുന്ന നടപടികൾക്ക് രാഷ്ട്രീയ പ്രേരിതമായ നടപടികൾ വന്നിരിക്കുന്നു. ഞാൻ തിരിച്ചു വരാം താങ്കളിലേക്ക്. ദയവായി തുടരണം. ശ്രീ എ വിജയരാഘവനിലേക്ക്. ശ്രീ എ വിജയരാഘവൻ, എന്താണ് ശ്രീ എ ഷുക്കൂറിന്റെ നിലപാടിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്? ഒരേ സമയം ദിലീപിന്റെ വിഷയത്തിലൊക്കെ ഞങ്ങൾ സ്വീകരിച്ച നിലപാട് തന്നെയാണ് ഈ വിഷയത്തിലെന്ന് പറയുന്നു. പക്ഷേ അദ്ദേഹം രാജിവെക്കേണ്ടതില്ല, അദ്ദേഹത്തെ സംഘടനയിൽ നിന്ന് പുറത്താക്കുന്ന ഒരു സാഹചര്യം ഉദിക്കുന്നില്ല, അദ്ദേഹത്തിന് പൂർണ്ണ പിന്തുണയും നൽകുകയും ചെയ്യും. ഇത് രണ്ടും എങ്ങനെയാണ് യോജിച്ചു പോവുക? ഇത് കോൺഗ്രസ് ചെന്നെത്തിപ്പെട്ടിട്ടുള്ള വളരെ പ്രയാസകരമായ ഒരു പതനമാണിത്. നമ്മൾ കണ്ടെച്ചാൽ ഒരു കോൺഗ്രസ് നേതാവിനും ഇപ്പോൾ ഇത്രയും പ്രയാസകരമായ, നമുക്ക് ആർക്കും അംഗീകരിക്കാൻ കഴിയാത്ത, പൊതുസമൂഹം അംഗീകരിക്കാത്ത, ഇതാണ് അവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. പൊതുസമൂഹം നമ്മുടെ ഇത് അംഗീകരിക്കുമോ? കേരളത്തിൻ്റെ മനസാക്ഷി ഇത് അംഗീകരിക്കുമോ? ഇങ്ങനെ ഒരു പെരുമാറ്റം ഒരു ജനപ്രതിനിധിയിൽ നിന്ന് നമുക്കുണ്ടാവാൻ പറ്റുമോ? കോൺഗ്രസിന് തീരെ പറ്റില്ലല്ലോ. കോൺഗ്രസിൻ്റെ ഒരു പഴയ പൈതൃകം എന്ന് പറഞ്ഞാൽ വളരെ മാന്യമായതല്ലേ? അങ്ങനെയുള്ള ഒരു പാർട്ടിയുടെ ഒരു MLA ഇങ്ങനെ ഒരു മോശമായ പ്രവർത്തനം നടത്തി. കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട്, ഒറ്റ ദിവസമല്ല, നേരത്തെ താങ്കൾ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ 3-4 ദിവസമായിട്ട് ഒന്നിനു പിറകെ ഒന്നായി ഇതിൻ്റെ തെളിവുകൾ പുറത്തു വന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ 2 കാര്യം വ്യക്തമായി. ഒന്ന്, തെളിവുകൾ കൃത്യമായി MLAക്കെതിരാണ്. 2, ഈ തെളിവുകൾ ഒഴിവാക്കാൻ MLA പരമാവധി പരിശ്രമിച്ചു. ഇതിൻ്റെയൊക്കെ രേഖകളിലേ പുറത്തു വന്നത്. അങ്ങനെ ഒരു പഴുതും അദ്ദേഹത്തിന് അനുകൂലമായി ഇല്ലാത്ത ഒരു ഘട്ടത്തിൽ കൂടുതൽ കൃത്യമായ തെളിവുകൾ പുറത്തു വന്ന ഒരു സാഹചര്യത്തിൽ കൃത്യമായ ഒരു നടപടിയിലേക്ക് പോലീസ് പോകണം. ഇതിൽ രാഷ്ട്രീയം ഉത്ഭവിക്കുന്നേ ഇല്ല. മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടിട്ടാണോ ഇത് നടത്തുക? അപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ കുടുങ്ങിയാൽ പിന്നെ എന്താ പറയുക? കൃത്യമായ ഒരു ഉത്തരം കിട്ടുന്നില്ലെങ്കിൽ എളുപ്പത്തിൽ പറയാൻ കഴിയുന്ന ഒരു രക്ഷാ മാർഗമാണ് രാഷ്ട്രീയ പ്രേരിതമാണ്, അത് ചെയ്തില്ല, ഇത് ചെയ്തില്ല, പണ്ട് അങ്ങനെ ചെയ്തില്ല എന്നൊക്കെ പറയാന്നുള്ളത്. ഒരു കൃത്യമായ ഉത്തരം പറയാൻ കഴിയാതെ വന്നപ്പോഴാണ് ഒരു കോൺഗ്രസ് നേതാവ് പോലും ഇതിനെതിരായിട്ട് ഒരു വിരൽ ചൂണ്ടാൻ തയ്യാറാവുന്നില്ല എന്നതാണ് നമ്മുടെ ഏറ്റവും മോശപ്പെട്ട ഒരു കാര്യം. അതിനേക്കാൾ സങ്കടകരമായ അവസ്ഥ വനിതാ നേതാക്കൾ ഷാനിമോൾ ഉസ്മാനും ഈ പറഞ്ഞ ബിന്ദു കൃഷ്ണയും അടക്കമുള്ളവർ നടപടി വേണമെന്നും ഇദ്ദേഹം രാജിവെച്ചൊഴിയണമെന്നും ഒക്കെ ആദ്യം തന്നെ ആവശ്യപ്പെട്ടതാണ്. ഇപ്പോൾ അവർക്കെല്ലാം നിശബ്ദരായിരിക്കേണ്ട സാഹചര്യം ആ സംഘടന സൃഷ്ടിച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും സങ്കടകരമായ മറ്റൊരു വസ്തുത. ശ്രീ സുഭാഷ് ബാബു, ഇത് അങ്ങനെ ഇപ്പോൾ ശ്രീ എ ഷുക്കൂർ പറഞ്ഞതുപോലെ തിടുക്കപ്പെട്ട് പോലീസ് എടുത്ത ഒരു നടപടിയാണോ? നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇതിലൊരു വൈദികൻ, ഈ വിവരങ്ങൾ അറിയാവുന്ന വൈദികനുണ്ട്, ഒരു കന്യാസ്ത്രീയുണ്ട്, ഈ സ്ത്രീയുടെ സഹോദരനുണ്ട്, ഒപ്പം ഇവർ തമ്മിൽ നടത്തിയ സംഭാഷണങ്ങളുടെ ഓഡിയോ ടേപ്പുണ്ട്, മുഴുവൻ ടെലിഫോൺ രേഖകളുണ്ട്. ഇതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ 3 മണിക്കൂർ ചോദ്യം ചെയ്തിട്ടുണ്ട്. അതിനും ശേഷമാണ് അറസ്റ്റ്. അത് തിടുക്കപ്പെട്ടുള്ള ഒരു അറസ്റ്റായി വിലയിരുത്താൻ കഴിയുമോ? അല്ല, അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പരാതിക്കാരിയുടെ സ്റ്റേറ്റ്മെൻറ്റ് പോലീസ് എടുത്തത് കൂടാതെ മജിസ്ട്രേറ്റിന് മുമ്പിൽ പരാതിക്കാരുടെ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കുന്നു. അത് പോലീസിന് ആധികാരികമായി വിശ്വസനീയമായി മുന്നോട്ട് വെക്കാവുന്ന ഒരു തെളിവാണ്. അതുപോലെ തന്നെ വൈദികനെയും കന്യാസ്ത്രീയെയും ഒക്കെ ചോദ്യം ചെയ്തിട്ടുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഇതിന് അനുകൂലമായ അല്ലെങ്കിൽ പ്രതിക്കെതിരെയുള്ള ആരോപണങ്ങൾക്ക് അനുകൂലമായ തെളിവ് നൽകിയിട്ടുണ്ടാവണം. അതിനേക്കാൾ പ്രധാനമായിട്ട് ഇപ്പം ഇലക്ട്രോണിക് മാധ്യമങ്ങളിൽ, അതായത് മൊബൈൽ ഫോൺ മുഖാന്തരമുള്ള വിളികളെ ആരെങ്ങോട്ട് വിളിച്ചു, ആര് വിളിച്ചു, എത്ര നേരം സംസാരിച്ചു, ആ സമയത്ത് ഇവർ രണ്ടാരും ഏത് സ്ഥലത്താണ് ഉണ്ടായിരുന്നത് എന്നൊക്കെ പോലീസിന് വ്യക്തമായിട്ട് തെളിവ് ശേഖരിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതിൽ നിന്നും അതിനോടൊപ്പം തന്നെ സംഭാഷണത്തിൻ്റെ ശകലങ്ങൾ റെക്കോർഡ് ചെയ്യപ്പെട്ടതായിട്ട് കുറേ കേട്ടിരിക്കുന്നു. അതിനകത്തിൽ എത്രമാത്രം അശ്ലീലമുണ്ടോ സശ്ലീലമുണ്ടെന്ന് നമുക്ക് വ്യക്തമായി പറയാൻ പറ്റില്ല. അത് ക്ലിയർ ആവുന്നില്ല അധികവും. അതുകൊണ്ട് പിന്നെ തെളിവ് ലഭിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്, തെളിവ് നശിപ്പിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പരാതി മുന്നോട്ട് കൊണ്ടുപോകാതിരിക്കാൻ വേണ്ടിയിട്ട് ചില അഭ്യർത്ഥനകളൊക്കെ നടത്തുന്നതായിട്ട് നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്തായാലും ശരി, ഈ ആരോപണ വിധേയനായ വ്യക്തിക്ക് എതിരാണ്. അതൊക്കെ പോലീസ് എടുത്തു കാട്ടി തെളിവായിട്ട് കോടതിയുടെ മുമ്പാകെ ഹാജരാക്കുമ്പോൾ അത് അറസ്റ്റിന് അത്രയൊക്കെ ധാരാളം മതി. അതപ്പം തിടുക്കപ്പെട്ടു എന്ന് ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ പരിചയത്തിൽ നിന്ന് എനിക്ക് പറയാൻ പറ്റില്ല, തിടുക്കപ്പെട്ടെന്ന് പറയില്ല. പക്ഷേ MLA എന്നുള്ള രീതിയിൽ അദ്ദേഹം ഓടി പോകാൻ പറ്റില്ല. അതുകൊണ്ട് പോലീസിൻ്റെ യുക്തി അനുസരിച്ച് വേണമെങ്കിൽ താമസിക്കാമായിരുന്നു. പക്ഷേ അതത്ര താമസിപ്പിക്കേണ്ട സാഹചര്യമൊന്നും ഞാനിവിടെ കാണുന്നില്ല. അറസ്റ്റ് ചെയ്തതിന് അതിൻ്റേതായ സാധൂകരണ പോലീസിൻ്റെ തെളിവിൻ്റെ ശേഖരണത്തിൽ ഉണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. തീർച്ചയായും. അഡ്വക്കേറ്റ് ആശ, ഈ 6 മാസം വിളിച്ചിട്ടും ഒരു പരാതിയില്ലായിരുന്നോ? 900 കോൾ വിളിച്ചതല്ലേ?
എന്നൊക്കെയുള്ള യുക്തിയാണ് കോൺഗ്രസ് നേതാക്കൾ ചോദിക്കുന്നത്. അതായത് ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ഒരു ബന്ധമായിരുന്നു ഇത് എന്നതിൻ്റെ സൂചനയാണ്, അല്ലെങ്കിൽ അതൊക്കെ തന്നെയാണ് കോൺഗ്രസ് നേതാക്കൾ പറയാതെ പറയുന്നത്. നേതാക്കൾ എന്ന് പറയാൻ കഴിയില്ല, പുരുഷ നേതാക്കൾ പറയാതെ പറയുന്നത് ആ സാധ്യതയിലേക്ക് തന്നെയാണ്. ആ സാധ്യതയുടെ ഒരു ആനുകൂല്യമാണ് വിൻസെൻറ്റിന് അവർ നൽകാനും തയ്യാറാവുന്നത് എന്നാണ് അവരുടെ പ്രതികരണങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ ഒരു സാധ്യത ഇത്തരം ഒരു കേസിൽ ആദ്യഘട്ടത്തിൽ പരിഗണിക്കേണ്ടതുണ്ടോ? ഞാൻ അതിൻ്റെ നിയമവശങ്ങളിലേക്കോ അല്ലെങ്കിൽ അതിൻ്റെ ലൂപ്പ് ഹോൾസിലേക്കോ ഒന്നും പോകാനില്ല. ഞാൻ പറയുന്നൊരു കാര്യം, സ്ഥിരമായി നമ്മൾ കേൾക്കുന്ന ഒരു ആരോപണമാണ് സ്ത്രീകൾ കാലങ്ങളായത് മൂടി വെച്ചു. സൂര്യനെല്ലിലെ പെൺകുട്ടി 40 ദിവസം ഉണ്ടായില്ലേ, ഓടി രക്ഷപ്പെടാമായിരുന്നില്ലേ, ഇത്ര ദിവസം 6 മാസം ഫോൺ ചെയ്തില്ലേ, ഇങ്ങനെയൊക്കെ ചോദിക്കുന്ന ചോദ്യങ്ങൾ. ഇവിടുത്തെ ഒരു വിഷയം, നമ്മുടെ സാമൂഹ്യ സാഹചര്യത്തിൽ എത്രത്തോളം സ്ത്രീകൾക്ക് പ്രതികരിക്കാൻ സാധിക്കുന്നു. ഇനി ഒരു സ്ത്രീ ഒരു നോ പറയുന്ന സന്ദർഭത്തിൽ അതൊരു നോ ആണ് എന്ന് മനസ്സിലാക്കാൻ എത്ര പുരുഷന്മാർക്ക് സാധിച്ചിട്ടുണ്ട്. ഒരു ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ പോലും നോ എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കില്ല, അതിന് നിയമപരമായ പ്രൊട്ടക്ഷനും ഇല്ല. അപ്പോൾ ഇതാണ് നമ്മുടെ നാട്ടിലെ പ്രധാനമായ അവസ്ഥ. രണ്ടാമതൊരു കാര്യം, ഇവിടെ വളരെ കൃത്യമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സീനിൽ നിന്ന് തന്നെ ഈ ആരോപണ വിധേയനായ അറസ്റ്റ് ചെയ്യപ്പെട്ട് റിമാൻഡ് ചെയ്തിട്ടുള്ള, റിമാൻഡ് റിപ്പോർട്ടൊക്കെ വന്ന് റിമാൻഡ് ചെയ്തിട്ടുള്ള ഈ MLAക്ക് ജയി വിളിക്കാൻ വേണ്ടി ഇപ്പോഴും അവരെ അണികൾ നടക്കുകയാണ്. അപ്പോൾ ഇവിടെ കാണുന്നത് എന്താണ്, ഇവരൊക്കെ എന്ത് ആധിപത്യ മൂല്യങ്ങളാണ് മനസ്സിൽ സൂക്ഷിക്കുന്നത്? പണാധിപത്യത്തിൻ്റെയും പുരുഷാധിപത്യത്തിൻ്റെയുമായിട്ടുള്ള മൂല്യങ്ങൾ മാത്രം മനസ്സിലുള്ളൂ. അല്ലാണ്ട് ഒരു സ്ത്രീയുടെ നേരെ ഇത്രയും മ്ലേച്ഛമായ രീതിയിൽ സംസാരിക്കാനും അശ്ലീലം പ്രയോഗിക്കാനും, അയാളൊരു കോൺസ്റ്റിറ്റ്യൂഷനെ തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്ത ആളല്ലേ. അദ്ദേഹത്തിൻ്റെതായ ചില നീതിബോധവും ഒക്കെ വേണ്ടേ, നൈതികത വേണ്ടേ അവൻ്റെ പോസ്റ്റിനോട്. അപ്പം സാധാരണ നമ്മൾ പറയുന്നൊരു സംഗതിയുണ്ട്, ഒരു പ്രിവിലേജ്ഡ് ക്ലാസ് ആണ് ഇവരൊക്കെ തന്നെ. ആ പ്രിവിലേജ്ഡ് ക്ലാസ് അത്രത്തോളം സംശയത്തിന് നിലകൾക്ക് അപ്പുറത്തായിരിക്കണം. അതും കൂടിയുണ്ട് മനസ്സിലാക്കേണ്ട കാര്യം. പിന്നെ ഇപ്പോൾ സ്പീഡിനെ പറ്റി പറഞ്ഞു. ഒരു അറസ്റ്റിലെ സ്പീഡിനെ കുറിച്ചിട്ട് എനിക്ക് മനസ്സിലാവണില്ല. എക്സ്പീഡിയസ് ആയിട്ട് നിയമം കൈകാര്യം ചെയ്യാനുള്ള ഒരു സാമൂഹ്യ സാഹചര്യം നമുക്കുണ്ടെങ്കിൽ, അതിന് വേണ്ടുന്ന പോലീസ് സംവിധാനം നമുക്കുണ്ടെങ്കിൽ, അത് ചെയ്തതിന് നമ്മളെ പോലീസിനെ ശ്ലാഘിക്കുകയാണ് വേണ്ടത്. അതിന് പകരം അയാൾ അറസ്റ്റ് ചെയ്തത് വളരെ തിടുക്കപ്പെട്ടു പോയി, അതുകൊണ്ട് അറസ്റ്റ് സ്ലോ ആക്കണമായിരുന്നു. എന്തിനാണ് അവിടെ സ്ത്രീയെ മാനിപ്പുലേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ എവിഡൻസ് ഇല്ലാണ്ടാക്കാനോ ഏതൊക്കെ രീതിയിൽ മനുഷ്യരെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ടാണ് ആ സമയം ഉപയോഗിക്കുക? ഇനി ഗുണ്ട രാഷ്ട്രീയ പ്രവർത്തനം തന്നെ ഇവർ കാണിക്കും, വാദിയെ ഇല്ലാണ്ടാക്കും, ഉന്മൂലനം ചെയ്യാൻ വരെ ആൾക്കാരുണ്ട്, ഭീഷണിയുടെ നിഴലിൽ നിർത്തും. നമ്മുടെ പീഡനത്തിന് പല സമയത്ത് വിധേയരായിട്ടുള്ള ഈ സ്ത്രീകളൊക്കെ തന്നെ കാണാമറയ്ക്കുള്ളിൽ ഗദ്ദികെട്ട് ഇരുട്ടറയിൽ ജീവിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് പുറത്ത് വരുന്ന ആൾക്കാർ മുഴുവൻ പകൽമാന്യന്മാരാവുകയും അവർ വലിയ വലിയ ഉന്നതരായ സ്ഥാനങ്ങളിലേക്ക് പോകും, നാട്ടുകാർ ഇത് മുഴുവൻ മറന്നു പോവുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ കേരളത്തിൽ ഈ സ്ത്രീ പീഡനത്തിന് വിധേയരാവുക എന്നൊക്കെ പറയുന്നത് ഒരു പക്ഷേ കുറച്ചും കൂടി ഉന്നതമായ ഒരു പൊസിഷനിലേക്ക് പോകാനുള്ള ഒരു അവസരമായിട്ട് വേണമെങ്കിൽ ഈ പ്രതിക്ക് കണക്കാക്കാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു ക്വാളിറ്റിയാണ് ഇപ്പോൾ. അതായത് ഞാൻ പണാധിപത്യത്തിൻ്റെ ആളാണ്, മാഫിയ ബന്ധമുണ്ട്, സ്ത്രീകളെ പീഡിപ്പിക്കാറുണ്ട്, മറ്റ് 1-2 പീഡന കേസിലെ പ്രതിയാണ്, കുറച്ച് കോഴ കേസുണ്ട് എനിക്ക്, ഇതൊക്കെയാണ് ക്വാളിഫിക്കേഷൻസ് നമ്മുടെ നാട്ടിൽ. അല്ലാണ്ട് എനിക്ക് മനസ്സിലാവണില്ല, ഇവരൊക്കെയാണല്ലോ നമ്മൾ തിരഞ്ഞെടുത്ത് പടച്ചു വിടുന്ന മുകളിലേക്ക് ജനങ്ങളെ ഇങ്ങനെ പറ്റിച്ചുകൊണ്ട് പല രീതിയിലുള്ള വാഗ്ദാന എന്താ പറയുക പ്രസംഗങ്ങളും നടത്തിക്കൊണ്ട് അവരെ ചതിച്ചുകൊണ്ട് ഇവർക്കൊക്കെ എതിരെ സത്യത്തിൽ ജനങ്ങളെ പറ്റിക്കണേനെ മാസ്സായിട്ട് പറ്റിക്കണേനുള്ള കേസും കൂടി എടുക്കേണ്ട സാഹചര്യമുണ്ട്. കാരണം ഒരു സംശുദ്ധമായിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തനം കാഴ്ചവെക്കാൻ സാധിക്കാത്ത ഈ വൃത്തികെട്ട മനുഷ്യരെ എന്തിനാണ് നമ്മൾ പിന്നെയും കയറ്റിവിടുന്നത്? ഇവർക്കൊക്കെ വേണ്ടി സംസാരിക്കാൻ വേണ്ടി എങ്ങനെയാണ് ആളുകൾ ഉണ്ടാവുന്നത്? ഇവർക്ക് ജയി വിളിക്കാൻ നടക്കുന്ന ഈ മനുഷ്യരെ വീടുകളിലെ ആളുകളൊക്കെ എന്ത് സുരക്ഷിതമാണ്? ഞാൻ തിരിച്ചു വരാം അഡ്വക്കേറ്റ് ആശ. ശ്രീ എ ഷുക്കൂർ, ഈ ഒരു വല്ലാത്ത കാഴ്ചയാണത്, അത് സംശയമില്ല. കാരണം ഈ പോലീസ് സ്റ്റേഷന് വെളിയിലും പൂച്ചട്ടി എറിഞ്ഞുടയ്ക്കാനും ഒക്കെയായി കോൺഗ്രസ് പ്രവർത്തകർ തന്നെ അണിനിരന്നിരിക്കുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നിങ്ങളുടെ പ്രവൃത്തി എന്തായിരുന്നു എന്നത് കേരളം കണ്ടതാണ്, നിങ്ങളുടെ ആവശ്യങ്ങൾ എന്തായിരുന്നു എന്നത് കേരളം കണ്ടതാണ്. സമാനമായ വിഷയത്തിൽ എന്തിന് AK ശശീന്ദ്രൻ്റെ വിഷയത്തിൽ തന്നെ നിയമസഭയ്ക്കുള്ളിൽ ഈ M വിൻസെൻറ്റിൻ്റെ പ്രസംഗം എന്തായിരുന്നു എന്നുവരെ ഇപ്പോൾ ഓർമ്മിച്ചെടുക്കുന്നവരുണ്ട്. അദ്ദേഹത്തിൻ്റെ രാജി തന്നെയായിരുന്നു അദ്ദേഹം ആവശ്യപ്പെട്ടത്. ശക്തമായ ഭാഷയായിരുന്നു വിൻസെൻറ്റിൻ്റേത്. ആ വിൻസെൻറ്റിന് വേണ്ടി ഇവിടെ ഇപ്പോൾ ജയ് വിളിക്കുന്ന ഒരു സാഹചര്യം, ഇത്തരത്തിലൊരു സാഹചര്യം ഈ സംഘടന സൃഷ്ടിച്ചിരിക്കുകയാണ്. കാരണം കോൺഗ്രസ് പിന്തുണയ്ക്കുന്നു എന്ന സൂചന അല്ലെങ്കിൽ കൃത്യമായ ബോധ്യം അതിൻ്റെ സംസ്ഥാന പ്രസിഡന്റും മറ്റു മുതിർന്ന നേതാക്കളും എല്ലാം നൽകി കഴിഞ്ഞിരിക്കുന്നു. ഇനി അണികൾക്ക് ഇങ്ങനെ എന്ത് വേണമെങ്കിലും കാണിക്കാം. ഇത് ശരിയാണോ? അണികൾ അത്തരത്തിലുള്ള പ്രതിഷേധ കാണിച്ചതിനോട് യോജിക്കാത്ത ഒരാൾ തന്നെയാണ് ഞാൻ അതിന് വ്യക്തമായ നിലപാടുണ്ട്. ആ കാണിക്കുന്നത് ശരിയില്ല. പക്ഷെ അതിന്റെ മറുവശം വേറൊന്നുണ്ട്. അത് ന്യായീകരിക്കാൻ വേണ്ടി പറയുകയാണെന്ന് കരുതണ്ട.
കാരണം ഈ MLA കുറിച്ച് അത്തരത്തിലുള്ള ഒരു ആക്ഷേപവും ഇല്ലാതിരുന്ന ഒരു നിയോജകമണ്ഡലത്തിലെ അനുയായികൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഒരു സ്നേഹമുള്ളത് ബന്ധമുള്ളവരാണ് ഈ കാണിച്ചിട്ടുള്ളത്. അതിനകത്താണ് ഇതിന്റെ വേഗത കൂടുന്നു. ഒരു MLA അറസ്റ്റ് ചെയ്യേണ്ട നടപടിക്രമങ്ങൾ എല്ലാം പാലിച്ചു എന്ന് തന്നെ വേണമെന്ന് പറയാം. പക്ഷേ MLA ഉൾപ്പെടെയുള്ള ആളുകൾ ഉത്തമ ബോധ്യമുണ്ട്, തന്റെ ഭാഗത്ത് നിന്ന് തെറ്റി ഉണ്ടായിട്ടില്ല. അതിനെ ബോധ്യപ്പെടുത്തേണ്ട സന്ദർഭങ്ങളുണ്ട്. ഒരു പ്രശ്നമുണ്ട്. ഈ MLA അറസ്റ്റ് ചെയ്യുന്ന സമയത്തൊന്നും ഒരു പ്രതിഷേധവും ഉയർന്നിട്ടില്ല. ഈ പ്രതിഷേധമൊക്കെ ഉയരുന്നത് വൈകുന്നേരം ഈ സമയത്താണ് പ്രതിഷേധം ഉയരുന്നത്. ഈ പ്രതിഷേധം തിരുവനന്തപുരം നഗരത്തിൽ കോൺഗ്രസിന് ഒരു പ്രതിഷേധം സംഘടിപ്പിക്കണമെങ്കിൽ വളരെ എളുപ്പമാണ്. ഇപ്പോൾ ഇവിടെ ഈ പ്രതിഷേധം ഉയരുന്നത് കോൺഗ്രസിന്റെ നേതൃത്വത്തിന് ഈ വിഷയത്തിൽ ഒരു നിലപാടുണ്ട്. ആ നിലപാട് എന്നത് ഏതളവ് വരെ പോയാലും സംരക്ഷിക്കണം എന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് ആ സൂചന കിട്ടിയപ്പോഴാണ് ഈ അണികളെല്ലാവരും പുറത്തിറങ്ങിയത്. ഞങ്ങളുടെ നിലപാടും ഇത്തരം കാര്യങ്ങളിലെ നിലപാടും തന്നെയാണ്. ഇതിനകത്ത് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത് ഈ അറസ്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള നടപടികളിൽ ഈ ചില വൈരുദ്ധ്യങ്ങൾ കാണുന്നു, അല്ലെങ്കിൽ ചില സംശയങ്ങൾ വരുന്നു. അത് ബോധ്യപ്പെടുത്തുകയാണ് ഞങ്ങളുടെ ലീഡർഷിപ്പിനും ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതല്ല തെറ്റുകാരാണ് എന്ന് ഒരു തരിമ്പ് സംശയം MLA കൊണ്ടെങ്കിൽ MLA രാജിവെക്കണമെന്ന് അഭിപ്രായം. അത് തന്നെയാണ് പാർട്ടിയുടെ താല്പര്യം. പക്ഷെ അതല്ല, അതിന് വ്യത്യസ്തമായ ഞാൻ ചോദിക്കുന്നത് സംഘടനാ തലത്തിൽ ഇപ്പോൾ സംഘടനയിൽ നിന്ന് മാറ്റി നിർത്തണമെന്ന് ദിലീപിനെ സിനിമാ സംഘടനകളിൽ നിന്ന് മാറ്റി നിർത്തണമെന്ന് ആവശ്യപ്പെട്ട കോൺഗ്രസുകാർ ഈ ആരോപണം വരുമ്പോൾ സംഘടനയിൽ നിന്ന് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്യണമെന്നെങ്കിലും ആവശ്യപ്പെടുമോ? അതിന്റെ നടപടികളെല്ലാം കിടക്കാൻ പോകുന്നുള്ളൂ. അതിലേക്ക് ചർച്ചയിൽ വന്നില്ല. ഇന്ന് വൈകുന്നേരം അല്ലാതെ എന്തുകൊണ്ട് ആ ചർച്ചയിലേക്ക് പോകുന്നില്ല? സമാനമായ സാഹചര്യം ഇവിടെ ഉണ്ടായിരിക്കുന്നു. അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു. വൈകുന്നേരം 4 മണിക്ക് ശേഷം ഉണ്ടായ സംഭവം, 4 മണിക്കൂർ ചോദ്യം ചെയ്തതിനു ശേഷം പെട്ടെന്നുണ്ടായ തീരുമാനം. ഇതൊന്നും തിരിച്ചറിയാൻ കഴിയാത്ത ഒരു നേതൃത്വമാണ് കോൺഗ്രസിന് സംസ്ഥാനത്തുള്ളതെങ്കിൽ ആ നേതൃത്വത്തെ കുറിച്ച് അയ്യോ കഷ്ടം എന്നേ പറയാനുള്ളൂ. കാരണം ഈ അറസ്റ്റ് ഉണ്ടാകുമെന്ന് എത്രയോ മുമ്പ് മാധ്യമപ്രവർത്തകർക്ക് ധാരണയുണ്ടായിരുന്നു. ഇന്ന് രാവിലെ തന്നെ മാധ്യമപ്രവർത്തകർക്ക് ഈ അറസ്റ്റിലേക്ക് തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത് സംബന്ധിച്ച് ചർച്ച സംഘടിപ്പിക്കാൻ തന്നെ തീരുമാനിച്ചത്. കൂടിയുള്ള മനസ്സുമായി പോകുന്നവർക്ക് അങ്ങനെ അതല്ല. ഒരു നിയോജകമണ്ഡലത്തിൽ ആ നിയോജകമണ്ഡലത്തിലെ തന്നെ വോട്ടർ പരാതിക്കാരി ആ പരാതി പറയുന്നത് സംബന്ധിച്ച് ചില ദുരൂഹതകൾ, ചില കാര്യങ്ങൾ സംശയമായിട്ടുണ്ട്. ആയിക്കോട്ടെ, പക്ഷെ ഇതുവരെ വന്ന തെളിവുകൾ, ഇതുവരെ വന്ന സൂചനകളുടെ അടിസ്ഥാനത്തിൽ തന്നെ ഈ സ്ത്രീ തന്നെ ഈ MLA ഫോൺ ബ്ലോക്ക് ചെയ്തതാണ് കോൾ വരാതിരിക്കാൻ. അതിനുശേഷമാണ് ആക്രമണമുണ്ടായത് എന്ന് പറയുന്നു. അപ്പോ ഇതെല്ലാം പോലീസിന് കിട്ടിയ സൂചനകൾ തന്നെയാണ്. ഈ സൂചനകൾ ഇത്തരം വാർത്തകളുടെയും സൂചനകളുടെയും അടിസ്ഥാനത്തിൽ തന്നെയല്ലേ മറ്റു കേസുകളിൽ നിങ്ങൾ നിലപാടെടുത്തിട്ടുള്ളത്? പിന്നെ ഇപ്പോഴെന്താണ് അങ്ങനെ ഒരു നിലപാടെടുക്കാൻ നിങ്ങൾക്ക് വൈമുഖ്യം? ഹർഷൻ, ഈ സ്ത്രീ തന്നെ ആദ്യത്തെ കോളിൽ തന്നെ വേണമെങ്കിൽ പരാതിയായിട്ട് വരാം. ആദ്യത്തെ ഇൻസിഡന്റിൽ തന്നെ വരാം. ആദ്യത്തെ ഇൻസിഡന്റ് ഇത് ഇൻസിഡന്റ് അവർ മുന്നാൾ പറയുന്നു. ഇതിനു മുമ്പ് തുടക്കത്തിൽ തന്നെ അവര് അതൊന്നും ഞാൻ പറഞ്ഞല്ലോ, ഒരു കാര്യം സാധിച്ചു കൊടുക്കാം എന്ന വാഗ്ദാനത്തോടെ ഒരു ജനപ്രതിനിധി വിളിച്ചു തുടങ്ങിയാൽ ചിലപ്പോൾ അങ്ങോട്ടും ഫോണൊക്കെ വിളിച്ചെന്നിരിക്കും. അതിനുശേഷമാണ് ഈ നിലയ്ക്കുള്ള നിരന്തര ശല്യത്തിലേക്ക് കിടക്കുന്നതെന്നാണ് ആ സ്ത്രീയുടെ പരാതി. അതിനുശേഷമാണ് MLA ഫോൺ ആ സ്ത്രീ ബ്ലോക്ക് ചെയ്യുന്നത്. ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ സംഭവിച്ചിരിക്കുന്നത്. നടപടി ഉണ്ടായിരിക്കുന്നു. ശശീന്ദ്രന്റെ കേസിലുണ്ടാകാത്ത, ജയന്തന്റെ കേസിലുണ്ടാകാത്ത, വടക്കാഞ്ചേരിയിലെ കേസിലുണ്ടാകാത്ത അതിവേഗതയായ ഒരു നടപടി ഒരു MLA പേരിൽ ഒരു മൊഴിയുടെ അടിസ്ഥാനത്തിൽ അവര് ചില കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഞാൻ തിരിച്ചു വരാം താങ്കളിലേക്ക്. ശ്രീ PC ജോർജ് MLA കൂടി ഇപ്പോൾ നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ PC ജോർജ്, ഈ അറസ്റ്റ് തിടുക്കപ്പെട്ടുള്ളതാണ് എന്നും ഇത് രാഷ്ട്രീയ പ്രേരിതമാണ് എന്നും രാഷ്ട്രീയമല്ലാതെ മറ്റൊന്നുമില്ല എന്നുമൊക്കെയാണ് കോൺഗ്രസ് ഇതേക്കുറിച്ച് പ്രതികരിക്കുന്നത്. എന്താണ് താങ്കളുടെ നിലപാട്? ഒരു സ്ത്രീയെ ആശ്രയിക്ക് 1000 പ്രാവശ്യം MLA കാര്യമുണ്ടാകും. വളരെ മോശമല്ലേ? സ്ത്രീ
പോലീസിന്റെ സംശയം ശ്രീ പി സി ജോർജ്, എന്തായാലും വ്യക്തതയില്ല, റേഞ്ച് ഇല്ലാത്തത് കൊണ്ടാണ് എന്ന് തോന്നുന്നു. പിന്നീട് വീണ്ടും ശ്രമിക്കാം. കൃത്യമായി താങ്കൾ പറയുന്നത് കേൾപ്പിക്കാൻ കഴിയാതെ വരുന്നതിൽ ഖേദമുണ്ട്. ശ്രീ എ വിജയരാഘവൻ, ഈ മറ്റ് മുൻപുള്ള കേസുകളെല്ലാം ചൂണ്ടിക്കാട്ടിയാണ് തൽക്കാലം പഴുത് കണ്ടുപിടിക്കുന്നത് കോൺഗ്രസ് നേതൃത്വം ഈ കാര്യത്തെ അവതരിപ്പിക്കാൻ. AK ശശീന്ദ്രൻ രാജിവെച്ചിട്ടുള്ള ഒരു സാഹചര്യമില്ല, ജോസ് തെറ്റയിൽ MLA സ്ഥാനം രാജിവെച്ചിട്ടില്ല. ഇതെല്ലാം നമുക്ക് മുന്നിലുണ്ട്. അപ്പോൾ സമാനമായ ഒരു സാഹചര്യം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നു. ജോസ് തെറ്റയിലിൻ്റെ വിഷയത്തിൽ പിന്നീടുണ്ടായ കോടതി വിധി നമുക്കറിയാം. ആ സ്ത്രീ തന്നെ പറഞ്ഞതാണ് ഇത് കോൺഗ്രസ്. പിന്നീട് ഈ കോടതി വിധി എല്ലാം വന്നതിന് ശേഷം ആ പരാതിക്കാരി തന്നെ പറഞ്ഞു ഇത് കോൺഗ്രസിൻ്റെ ഒരു ഗൂഢാലോചനയായിരുന്നു, ചില കോൺഗ്രസ് നേതാക്കൾ നടത്തിയ ഗൂഢാലോചനയായിരുന്നു എന്ന്. ആ നിലയ്ക്കൊക്കെ ആ സംഭവ പരമ്പര വളർന്നത് നമ്മൾ കണ്ടതാണ്. അവിടെ ആരോപണ വിധേയരെ ഒറ്റയടിക്ക് കുറ്റപ്പെടുത്താൻ കഴിയുന്ന സാഹചര്യം ജോസ് തെറ്റയിലിൻ്റെ കേസിലോ ശശീന്ദ്രൻ്റെ കേസിലോ ഉണ്ടായിരുന്നില്ല. സമാനമായ ഒരു സാധ്യത ഇവിടെ ഉണ്ട് എന്നതാണ് കോൺഗ്രസിൻ്റെ ഒരു നിലപാട്. അങ്ങനെയെങ്കിൽ ആ സംരക്ഷണത്തിൻ്റെ സാധ്യത അവർ തേടുന്നതിൽ തെറ്റുണ്ടോ? അല്ല, ഇതിൽ നമ്മൾ കണ്ട ചില കോൺഗ്രസിൻ്റെ ഒരു മ്ലേച്ഛ സംസ്കാരം വല്ലാതെ നമ്മൾ കഴിഞ്ഞ കുറേ കാലമായിട്ട് കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരുതരം ഇരട്ടത്താപ്പ്, പിന്നെ ഇത്തരം കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഒരു കൃത്യതയും വ്യക്തതയും ഇല്ലായ്മ. ഇപ്പോൾ തെറ്റേലിൻ്റെ കേസിൽ എന്താ സംഭവിച്ചത്? അവസാനം ആ സ്ത്രീ പോയിട്ട് കാശ് കിട്ടിയില്ല, ഞാൻ ഈ കളവ് പറഞ്ഞതിന് എനിക്ക് കാശ് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് അതിന് പണം കൊടുക്കാതിരുന്ന കോൺഗ്രസ് MLAക്കെതിരായിട്ട്, പട്ടാമ്പി MLAക്കെതിരായിട്ട് അവിടെ സത്യാഗ്രഹം നടത്തി നോമിനേഷൻ കൊടുക്കാൻ പോയി. നമ്മൾ കണ്ടല്ലേ അത്. ഇവര് പിന്നെ വളരെ കൃത്രിമമായി കാര്യങ്ങൾ പ്രചരിപ്പിക്കുകയും നടപ്പിലാക്കുകയും ആരോപണങ്ങൾ ഉന്നയിക്കുകയും വളരെ മോശപ്പെട്ട സംസ്കാരം. ഇപ്പോൾ പിന്നെ ഇതിന് ഒരാഴ്ച മുമ്പ് നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ വേറൊരു സംഭവമായിട്ട് ബന്ധപ്പെടുത്തി കുറെ MLAമാർ രാജിവെക്കണം, MP രാജിവെക്കണം എന്ന് പറഞ്ഞ് പ്രചരണ ഘോഷങ്ങൾ നടത്താണ് അവർ ചെയ്തിരുന്നത്. വസ്തുതകളുമായിട്ട് പിൻബലമില്ലാതെ തന്നെ അവർ ചെയ്തു പോകുന്നു. ഇപ്പോൾ ഇത് കയ്യോടെ പിടിക്കപ്പെട്ടിരിക്കുന്നു. എല്ലാ നിലയിലും എല്ലാ തെളിവും കോൺഗ്രസ്. ഞാൻ അങ്ങോട്ട് വരുമ്പോൾ തന്നെ ഈ ചർച്ചയ്ക്ക് വരുമ്പോൾ ഞാൻ ആലോചിച്ചിട്ടുണ്ടായിരുന്നു, വരാൻ പോകുന്ന കോൺഗ്രസ് നേതാവ് പറയാൻ പോണത് ഇങ്ങനെ കുറേയുള്ള വിടുവായത്തങ്ങളായിരിക്കുന്നു, പലതരത്തിലുള്ള അന്ന് അങ്ങനെ നടന്നില്ല ഇന്നിങ്ങനെ നടന്നില്ല എന്നുള്ള മറുപടി ആയിരിക്കും. വന്ന വളരെ വസ്തുനിഷ്ഠമായിട്ട് മുന്നിൽ വന്നൊരു കാര്യത്തോട് കൃത്യമായി പ്രതികരിക്കുന്ന ഒരു ശരി ഉത്തരം. അതാണ് കേരളീയ സമൂഹം പ്രതീക്ഷിക്കുക ഒരു കോൺഗ്രസ് വക്താവിൽ നിന്ന്, ഒരു കോൺഗ്രസ് നേതാവിൽ നിന്ന്. ഇന്നത്തെ സന്ദർഭത്തിന് ഈ വിഷമസന്ധിയിൽ കോൺഗ്രസ്സുകാരന് ആത്മവിശ്വാസം ഉണ്ടാവണമെങ്കിൽ കൃത്യമായ നടപടി ഉണ്ടാവണം. അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ കോൺഗ്രസ് എവിടേക്ക് പോകുന്നു എന്നൊരു ചോദ്യം ഇവിടെ ഉയർന്നു വരുന്നില്ലേ? എല്ലാ കോൺഗ്രസ് നേതാക്കളും ഇതിനെ പിന്താങ്ങുമെന്ന് പറഞ്ഞാൽ എന്നിട്ട് പറയാണ് അവസാനത്തെ ഒരു വാചകം കൂടി ഉണ്ട്, ഇത് തെളിഞ്ഞ് കോടതിയിൽ തെളിഞ്ഞ് ശിക്ഷിച്ചാൽ ഞങ്ങൾ എന്നൊരു സൗജന്യം ചെയ്യാം, ഇദ്ദേഹം ഒരു രാജിവെക്കുന്നത്. കോടതിയിൽ ഇത് തെളിയിച്ചാൽ പിന്നെ രാജിവെക്കണ്ടെന്ന് കോൺഗ്രസ് തന്നെ പറയാൻ പറ്റുമോ? ഒരു ന്യായം പറയുന്നതിൽ പോലും അന്യായമല്ലേ കാണിക്കുന്നത്? കുടുങ്ങി. ഇത് വസ്തുതയാണ്. കൃത്യമായി കോൺഗ്രസ് ചെയ്യേണ്ടത് മാന്യമായ സമീപനം സ്വീകരിക്കലാണ്. പറ്റിയ തെറ്റ്, ഞങ്ങൾക്കൊരു പെശക് പറ്റി, അതിന് കൃത്യമായ നടപടി സ്വീകരിക്കുന്നു എന്ന് കേരളീയ സമൂഹത്തിനോട് പറയാനുള്ള ആർജവമാണ് കോൺഗ്രസ് നേതൃത്വത്തിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്. അതല്ലാതെ സംരക്ഷണം നൽകുക എന്നുള്ളതല്ല. സംരക്ഷണം നൽകിയാൽ കോൺഗ്രസിന് വലിയ വിനാശമുണ്ടാവും എന്നവർ തിരിച്ചറിയേണ്ട സന്ദർഭമാണിത്. ഗവൺമെന്റും മറ്റു കാര്യങ്ങളും ഒക്കെ ഒരു കുറ്റവാളി തെറ്റ് ചെയ്താൽ MLA ആയാലും ആരായാലും നിയോജക മണ്ഡലത്തിലെ എല്ലാ വോട്ടർമാരുടെയും വീട്ടിൽ കയറിയിട്ട് തെറ്റ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഒരു MLAക്കും ഇല്ല, ഏത് പാർട്ടിയായാലും ഇല്ല. അതൊക്കെ മനസ്സിലാക്കിക്കൊള്ളണം. വെറുതെ നമ്മൾ അത്തരം ആർഗ്യുമെന്റ് പിന്നെ ഇത് വെച്ചിട്ട് രക്ഷപ്പെടുത്താൻ നോക്കണ്ട. ഇത് തെറ്റ് ചെയ്താൽ തെറ്റ് പറ്റി എന്ന് പറയുമ്പോഴാണ് മാന്യത ഉണ്ടാവുന്നത്. ആ മാന്യത കോൺഗ്രസ് നേതൃത്വം കാണിക്കുമോ എന്നുള്ളതാണ് കേരളീയ സമൂഹം നോക്കുന്നത്. അല്ലാത്തതൊക്കെ അധാർമികതയും കോൺഗ്രസ് പോലുള്ള ഒരു പാർട്ടിക്ക് ഒട്ടും ചേരാത്തതുമാണ്. അല്ലെങ്കിൽ കോൺഗ്രസ് ഇന്ന് അധപതിച്ചൊരു പാർട്ടിയായി എന്ന് നമ്മളെല്ലാം തിരിച്ചറിയേണ്ടി വരും. ശ്രീ സുഭാഷ് ബാബു, ഇപ്പോൾ ഈ കേസിൻ്റെ നിലവിലെ സാഹചര്യം പരിശോധിച്ചാൽ ആ സ്ത്രീ പോലീസിന് കൊടുത്തിരിക്കുന്ന മൊഴിയും അതൊക്കെ തന്നെ ആയിരിക്കുമല്ലോ. ഇപ്പം മീഡിയ വണ്ണിനോടക്കം അവർ പറഞ്ഞതാണ് എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യം. ആ മൊഴിയിൽ ഉറച്ചു നിൽക്കുന്നു എന്നും പറഞ്ഞു. ആക്രമിക്കപ്പെട്ടിരിക്കുന്നു എന്നും വീട്ടിൽ വെച്ചും കടയിൽ വെച്ചും ആക്രമിക്കപ്പെട്ടിരിക്കുന്നു എന്നും നിരന്തരം ശല്യപ്പെടുത്തിയിരുന്നു എന്നും ഒക്കെയുള്ള ആത്മഹത്യയ്ക്ക് പ്രേരിപ്പിച്ചു എന്ന തരത്തിൽ വരെയുള്ള കാര്യങ്ങൾ ആ സ്ത്രീ വെളിപ്പെടുത്തിയതാണ് മാധ്യമങ്ങളോട്. ആ നിലപാടിൽ തന്നെയാണ് ഉറച്ചു നിൽക്കുന്നതുമെങ്കിൽ അത്ര ലളിതമായിരിക്കുമോ ഈ വിൻസെൻറ്റിൻ്റെ അവസ്ഥ, പ്രത്യേകിച്ച് ഈ ബലാത്സംഗ അടക്കമുള്ള ആരോപണമുള്ള സാഹചര്യത്തിൽ? അല്ല, അതിൽ ഇതൊക്കെ വളരെ വിശദമായി പരിശോധിക്കേണ്ടത്. കാരണം ഈ സ്ത്രീക്ക് മുമ്പും പല ആളുകളുടെ പേരിൽ ഇങ്ങനെ പരാതി കൊടുത്തു എന്ന പശ്ചാത്തലമുണ്ട് എന്ന് പറയുമ്പോൾ ഈ പരാതിയുടെ വിശ്വാസ്യതയെ പോലീസ് സമർത്ഥിക്കാൻ കുറച്ച് ശ്രമകരമായ തെളിവുകൾ ശേഖരിക്കും. അത് കോൺഗ്രസ് നേതാക്കളുടെ ഒരു ആരോപണമാണ്. അതിനപ്പുറത്തേക്ക് അതിന്റെ വസ്തുതകൾ എന്താണെന്ന് അറിയില്ല. അതെ, അങ്ങനെ ഒന്നും ഇല്ലെങ്കിൽ
വളരെ ശക്തമായ തെളിവാണ്. പക്ഷേ എപ്പോഴും എന്താണ്, കോടതിയിൽ ഇനിയിപ്പം സ്ത്രീ പീഡനമായാൽ പോലും കോടതിയിലെത്തുന്ന അവസരത്തിൽ എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംശയത്തിൻ്റെ ആനുകൂല്യം പ്രതിക്ക് അനുകൂലമായിട്ടാണ് പോവുക. സ്ത്രീയുടെ തെളിവ് ശേഖരിക്കുന്ന അവസരത്തിൽ ബാക്കി സാഹചര്യങ്ങളൊക്കെ ശരിയായി ഈ സ്ത്രീയുടെ ഇഷ്ടത്തോടും സമ്മതത്തോടുമാണോ ചെയ്തിരിക്കുന്നത് എന്ന ചോദ്യം വരുമ്പോൾ മാത്രം ഈ ബലാത്സംഗത്തിന് ഒരു വെയിറ്റേജ് ഒരുപക്ഷെ ജോസ് തെറ്റയിലിന്റെ കേസ് ഒരു ഉദാഹരണമായി എടുക്കാം. അതെ, അത് എൻ്റെ ഇഷ്ടപ്രകാരമല്ല എന്ന് പറഞ്ഞാൽ അത് കോടതി സ്വീകരിച്ച് നടപടിയെടുത്തോണമെന്നാണ് നിയമം പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് എല്ലാം സ്ത്രീപീഡനത്തിൽ നിയമത്തിൻ്റെ ഏതാണ്ട് 80% ആനുകൂല്യം സ്ത്രീകൾക്കാണ്. പക്ഷേ അതിനകത്ത് കാതലായ ഒരു സംശയം വന്നു കഴിഞ്ഞാൽ പ്രതി അതുകൊണ്ട് ഗുണം എടുക്കുന്നതാണ് നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ളത്. ഇപ്പോൾ ഏത് സൂര്യനെല്ലി കേസിലായതിനു ശേഷം ഇങ്ങോട്ട് വന്ന കേസുകളിലൊക്കെ ആയാലും അതാണ് സംഭവിച്ചിരിക്കുന്നത്. കാരണം ഗുണം ലഭിക്കും എന്നുള്ളത് കൊണ്ട് ഏതെങ്കിലും ചെറിയൊരു കാര്യം അവിശ്വസനീയമാണെന്ന് കോടതിക്ക് തോന്നു കഴിഞ്ഞാൽ അതിന് വലിയ വെയിറ്റേജ് ഈ സ്ത്രീകൾക്ക് കൊടുക്കേണ്ടതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഇത് അന്വേഷിക്കുന്ന അവസരത്തിൽ ഇതിൻ്റെ സത്യസന്ധമായ തെളിവിലൂടെ ഈ പറഞ്ഞ ആരോപണങ്ങൾ, അതായത് ഇതിന് കൗണ്ടറായിട്ട് പറയുന്ന കാരണങ്ങൾ ശരിയല്ല എന്ന് സമർത്ഥിച്ച് കോടതിയെ ബോധ്യപ്പെടുത്താൻ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് സാധിക്കണം. അങ്ങനെ സാധിക്കുമ്പോൾ മാത്രമേ നമുക്ക് ഈ കേസ് ശരിയായ അന്വേഷണമാണ്, അത് ശിക്ഷയിലേക്ക് പോകും എന്നും അല്ലെങ്കിൽ MLA പൂർണ്ണമായി തെറ്റുകാരനാണെന്ന് പറയാൻ പറ്റുള്ളൂ. ഈ സാഹചര്യത്തിൽ എന്തായാലും ശരി, പ്രഥമദൃഷ്ട്യാ അദ്ദേഹത്തിൻ്റെ പേരിൽ കുറ്റം സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് റിമാൻഡ് ചെയ്തു. ഇനിയും ഉദ്യോഗസ്ഥന്മാർ അന്വേഷണത്തിലൂടെ തെളിവ് ശേഖരണത്തിലൂടെയാണ് അത് ഒരു നിലപാട് കോടതിയെ ധരിപ്പിക്കേണ്ടത്. തീർച്ചയായും ആശ, ഇത് ഈ തിടുക്കപ്പെട്ട് ചെയ്തു എന്നതിനുള്ള വിശദീകരണം കൃത്യമായി മുഖ്യമന്ത്രിയുടെ വാക്കുകളിലുണ്ടായിരുന്നു. സ്ത്രീകൾക്കെതിരെ അതിക്രമം നടക്കുമ്പോൾ അതിനെതിരെ നടപടി ഉണ്ടാവുന്നില്ല എന്നൊരു അത്തരം ഒരു സാഹചര്യം നിലനിൽക്കുന്നില്ല എന്ന ബോധ്യം ജനങ്ങൾക്ക് വരുത്തേണ്ടത് അത്യാവശ്യമാണ് എന്ന നിലയ്ക്ക് തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രതികരണം. അതുകൊണ്ട് തന്നെ വളരെ വേഗത്തിലുള്ള നടപടി എന്നും അദ്ദേഹം സൂചിപ്പിച്ചു ഇതിനെ. ആ നിലയ്ക്ക് ഈ നടപടി ഒരു നിലപാട്, അത്തരത്തിലൊരു നിലപാടുള്ളത് കൊണ്ട് അതിനനുസരിച്ച് തെളിവുകൾ ലഭ്യമായതുകൊണ്ട് വേഗത്തിൽ നടന്നു എന്ന് വിലയിരുത്താമോ? ഇവിടെ പരാതി പറഞ്ഞിരിക്കുന്ന സ്ത്രീയുടെ മൊഴിക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. അതോടൊപ്പം തന്നെ അതിനെ സാധൂകരിക്കുന്ന കുറേ തെളിവുകളും അവർക്ക് നൽകാൻ സാധിച്ചിട്ടുണ്ട്. ഈ രണ്ട് കാര്യങ്ങളും മതി FIR ഇടാനും കേസ് രജിസ്റ്റർ ചെയ്യാനും പ്രഥമദൃഷ്ട്യാ ആരാണ് പ്രതിയെന്ന് കണ്ടുകഴിഞ്ഞാൽ അയാളെ അറസ്റ്റ് രേഖപ്പെടുത്താനും അതുപോലെ തന്നെ അയാളെ കോടതിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് അത് കോഗ്നൈസൻസ് എടുക്കുന്ന മജിസ്ട്രേറ്റ് അത് മനസ്സിലാക്കി അദ്ദേഹത്തെ റിമാൻഡിൽ വിടാനും. അപ്പോൾ ഇതിൽ വളരെ നമ്മുടെ നാട്ടിൽ നമ്മളുടെ അടുത്ത വീട്ടിലുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ നമ്മുടെ പരിസരത്തുള്ള ആളുകൾ ഇത്തരം കുറ്റം ചെയ്തു കഴിഞ്ഞാൽ വളരെ കാര്യക്ഷമമായി പോലീസ് ഇതുപോലെ അന്വേഷിക്കുമെങ്കിൽ ഇതേ രീതിയിലുള്ള സംഗതി തന്നെ സംഭവിക്കും. അപ്പോൾ ഒരു MLA ആവുന്ന സമയത്ത് അത് പതുക്കെ ആക്കണം എന്നൊക്കെ ആവശ്യപ്പെടുന്നത് ശരിയല്ല. അപ്പോൾ കൃത്യമായ തെളിവുകൾ ഉണ്ടായിരുന്നു, അവരുടെ മൊഴിയുണ്ട്. ഇതൊക്കെ സുപ്രീം കോടതി ഒരുപാട് റൂളിങ്സിലൂടെ ഒരുപാട് തവണ പറഞ്ഞിട്ടുള്ള സംഗതിയാണ്. പിന്നെ ഈ സ്ത്രീയുടെ നേരെ വരുന്ന ആരോപണം, MLA പറയുകയാണ് ഈ സ്ത്രീക്ക് മാനസിക രോഗമുണ്ടെന്ന്. ചില ആളുകൾ പറയുന്നു ഈ സ്ത്രീക്ക് വഴിവിട്ട ബന്ധങ്ങളോ അല്ലെങ്കിൽ മറ്റു പലരുടെ അടുത്ത് പരാതി കൊടുക്കുന്നത്. ഇത് കേരളത്തിൽ സ്ഥിരമുള്ള സംഗതിയാണ്, കേരളത്തിൽ നിന്നല്ല എവിടെയാണെങ്കിലും. അതായത് ഒരു സ്ത്രീ തൻ്റെ നേരെ ഒരു ഹറാസ്മെൻറ്റ് ഉണ്ടായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ആ സ്ത്രീയുടെ ക്യാരക്ടർ അസാസിനേഷൻ ആദ്യം നടത്തും. ഇനി അത് നടത്താൻ സാധിച്ചില്ലെങ്കിൽ ആ സ്ത്രീക്ക് ഭ്രാന്താണെന്ന് പറയും. ഇത് എല്ലാ കേസുകളും സംഭവിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഈ ഒരു വില കുറഞ്ഞ ഈ ആരോപണങ്ങളെ മുഴുവൻ മാറ്റിവെക്കുക, കൃത്യമായ നടപടിയായിട്ട് പോലീസ് മുന്നോട്ട് പോവുക, അതിൽ യാതൊരുവിധ ഇടപെടലും ഇല്ലാതിരിക്കുക. ഇടയ്ക്കെങ്കിലും മനുഷ്യന് ഈ നീതിന്യായ വ്യവസ്ഥയിൽ ഒരു വിശ്വാസം ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഇത്തരം അറസ്റ്റുകൾ നടക്കുന്നത് ഒരു മനസ്സമാധാനമാണ്. അല്ലെങ്കിൽ നാളെ മുതൽ ഈ എല്ലാ വമ്പൻ സ്രാവുകളും ഇങ്ങനെ ഒഴിഞ്ഞു പോവുകയും പരാതി പറയുന്ന പാവപ്പെട്ട സ്ത്രീകൾ ബാക്കിയുള്ള ആളുകളുടെ കണ്ണിലെ കരടാവും മാറുന്ന സമയത്ത് ആരാണ് പിന്നെ പരാതിയായിട്ട് മുന്നോട്ട് വരിക? ആർക്കാണ് ഇത് പറയാൻ സാധിക്കുക? ഇപ്പോൾ ഒരു മാധ്യമങ്ങളുള്ള കാരണം കൊണ്ട് കുറേ കാര്യങ്ങളൊക്കെ റിവീൽഡ് ആവുന്നുണ്ട്, അല്ലെങ്കിൽ അതിനും സാധ്യതയില്ലാത്ത അവസ്ഥയാണ്. അപ്പോൾ ഇവിടെ ഒരുപാട് കാര്യങ്ങൾ ഹഷപ്പ് ചെയ്യുന്ന ഒരു നാടും കൂടിയാണ് നമ്മുടെ. അപ്പോൾ ഇവിടെ സ്വാധീനിക്കാൻ സാധിച്ചിട്ടില്ല. അതിന് മുൻപേ തന്നെ ഇവരുടെ കയ്യിൽ നിന്ന് വിട്ടുപോയി. അതുകൊണ്ട് ഇനി സ്വാധീനിക്കാൻ കുറച്ച് സമയം വേണമായിരുന്നു, സാവകാശം വേണമായിരുന്നു. അതാണ് ഇവിടുത്തെ മെയിൻ പ്രോബ്ലം. അപ്പോൾ ഇവിടെ ഉണ്ടായിരിക്കുന്ന നിയമ നടപടികളെ മാനിക്കുക.
നിയമവ്യവസ്ഥയുടെ ഭാഗമായി നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. പിന്നെ ബാക്കി കോടതിയിലെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഇയാളെ വെറുതെ വിടുകയാണോ, ഇയാൾക്ക് സംശയത്തിന് ആനുകൂല്യം കൊടുക്കുകയാണോ, അതിന് ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ട്. അതിപ്പോൾ നമ്മളൊരു മാധ്യമ വിചാരണയിലൂടെ ഇയാളുടെ അവസാനം ഇയാളെ വെറുതെ വിടുമോ, വെറുതെ വിടില്ലേ, എന്താണ് ഇയാളുടെ മുഖച്ഛായ തകരൂ, അങ്ങനെയൊന്നും നമ്മൾ സംസാരിക്കേണ്ട ഒരു കാര്യമില്ല. പ്രഥമ ദൃഷ്ടിയ കുറ്റക്കാരനാണ്. ഏതൊരു സാധാരണ പൗരനും ചെയ്യുന്ന കുറ്റകൃത്യം ആണ് ഇയാൾ ചെയ്തത്. ഏത് സാധാരണ പൗരനും കിട്ടുന്ന നീതി മാത്രമേ അയാൾക്ക് കിട്ടുള്ളൂ. ഏതൊരു സ്ത്രീയും നേരെയും ഇതുപോലെ പീഡനം ഉണ്ടായിക്കാൻ, അത് ഹൂസവർ ആര് തന്നെ ആയാലും അയാൾക്കെതിരെ കൃത്യമായ കർശനമായ നടപടി വേണം. ഇല്ലെങ്കിൽ നമ്മളെ പോലെയുള്ള ആളുകൾക്ക് നീതിന്യായ വ്യവസ്ഥ ഒരു നോക്കിക്കുത്തിയായി നിൽക്കുന്ന ഒരു അവസ്ഥയുടെ കണ്ടുവരും. ഇവിടെ കൃത്യമായ ലോ ആൻഡ് ഓർഡർ ഉണ്ട്. ഇവിടെ നീതിന്യായ വ്യവസ്ഥയിൽ വിശ്വാസം ഉണ്ടാകണം. അതുപോലെ തന്നെ പരാതി തരാനുള്ള ഒരു ധൈര്യം ഉണ്ടാവണം. പരാതിയുമായി പോകുന്ന സ്ത്രീകളുടെ നേരെ നടത്തുന്ന ഈ അനാവശ്യമായിട്ടുള്ള ആരോപണങ്ങളുടെ നേരെ വീണ്ടും പ്രതി ചേർത്ത് കേസെടുക്കണം. ഭ്രാന്തുണ്ടെന്ന് പറയുന്ന ആൾക്കെതിരെ വീണ്ടും കേസെടുക്കണം. മോശമായ സ്ത്രീയാണെന്ന് പറയുകയാണെങ്കിൽ ഡിഫാമേഷന് കേസെടുക്കണം. അങ്ങനെ ഇവരുടെ നാവുകൾ അടപ്പിക്കണം. മേലാൽ ഇങ്ങനെ പറയാനുള്ള ധൈര്യം ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ ആ രീതിയിൽ ഒരു ശക്തമായിട്ടുള്ള ഒരു വില്ലാണ് ഇവിടെ കാണേണ്ടത്. വിൽ ഓഫ് ദ ഗവൺമെന്റ് ആണ് ഇവിടെ കാണേണ്ട ഒരു സ്ഥലം. തീർച്ചയായും ശ്രീ എ ഷുക്കൂർ, അപ്പോഴാണ് നേരത്തെ സൂചിപ്പിച്ചതിലേക്ക് തന്നെ വീണ്ടും തിരിച്ചു വരേണ്ടി വരുന്നത്. കാരണം ഈ പറഞ്ഞ ശശീന്ദ്രൻ്റെയോ ജോസ് തെറ്റയിലിൻ്റെയോ ഒക്കെ സാഹചര്യം മുൻനിർത്തി അതിനെ ചൂണ്ടിക്കാട്ടി അന്നൊന്നും രാജി ഉണ്ടായിട്ടില്ല എന്ന് പറയുമ്പോൾ MLA സ്ഥാനം രാജിവെച്ചിട്ടില്ല എന്നാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആവർത്തിച്ച് ആവശ്യപ്പെട്ടിരുന്നത് പോലെ സംഘടനാ തലത്തിലുള്ള നടപടി, അന്വേഷണ വിധേയമായുള്ള നടപടി, അത് പാർട്ടിയിൽ നിന്ന് പ്രതീക്ഷിക്കാമോ? ഒന്ന്. മറ്റൊന്ന്, ഈ പറഞ്ഞ എം വിൻസെൻ്റ് തന്നെ ജോസ് തെറ്റയിലിൻ്റെ അല്ല, ശശീന്ദ്രൻ്റെ കാര്യത്തിൽ അദ്ദേഹം ആവശ്യപ്പെട്ടതുപോലെ ധാർമ്മികമായ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ടുള്ള ഒരു നിലപാട് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും പ്രതീക്ഷിക്കാൻ കഴിയുമോ? തീർച്ചയായും ഒരു കാര്യം വളരെ വ്യക്തമായി പറയാൻ ആഗ്രഹിക്കുന്നു. ധാർമ്മികമായ ഉത്തരവാദിത്വം അദ്ദേഹം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് തന്നെ അദ്ദേഹം സ്വയം രാജിവെക്കേണ്ടതാണ്. അത്തരത്തിൽ തെറ്റ് ചെയ്തിട്ടില്ല എന്ന ബോധം ആണ് അദ്ദേഹത്തെ നയിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നു. എന്ന് മാത്രമല്ല, നമ്മൾ ഇത്തരം കാര്യങ്ങൾ മാധ്യമ വിചാരണയിലൂടെ എല്ലാം തീരുമാനിക്കപ്പെടേണ്ടത്. മറ്റ് പല കേസുകളിലും എടുത്തിട്ടുള്ള നിലപാടുകളും ഇതും കൂടി വെച്ച് നോക്കുമ്പോൾ വളരെ വലിയ അന്തരം കാണുന്നു. വടക്കാഞ്ചേരിയിലെ പെൺകുട്ടിയായ ഇരയ്ക്ക് ഇതുവരെ നീതി കിട്ടിയിട്ടില്ല. മാസങ്ങൾ എത്രയായി? എന്തേ അറസ്റ്റ് ചെയ്യേണ്ട ആളുകളെ അറസ്റ്റ് ചെയ്യാതെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരേണ്ടത് ചെയ്യാത്തത്? അതിനകത്ത് അത് മാത്രമല്ല, ശശീന്ദ്രന്റെ കേസ് നിങ്ങൾ പറഞ്ഞു. ശശീന്ദ്രൻ മന്ത്രിയുടെ കേസിനെ തുടർന്നുള്ള ആ മാധ്യമ പ്രവർത്തകരുടെ പരാതി സംബന്ധിച്ചുള്ള നടപടികൾ എങ്ങോട്ട് പോകുന്നു? ആ മാധ്യമ പ്രവർത്തകരെയൊക്കെ എങ്ങനെ ഉണ്ടായെന്നും എവിടെ നിന്ന് ഉണ്ടായെന്നും ഒക്കെയുള്ള കാര്യം നമ്മൾ പല ആവർത്തി ചർച്ച ചെയ്തതാണല്ലോ. അതിന്മേൽ നടപടി ഉണ്ടായില്ലെങ്കിൽ ആ നടപടി ഉണ്ടാവണമെന്ന് ഇതുവരെ ആവശ്യപ്പെടാത്തവർ നിങ്ങൾക്കെതിരെ ഒരു നീക്കം ഉണ്ടാകുമ്പോൾ മാത്രം അത് ഉയർത്തിക്കാട്ടുന്നത് വിചിത്രമായി തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ, അങ്ങനെ ആത്മാർത്ഥത ഉണ്ടായിരുന്നെങ്കിൽ മുമ്പേ ആ വിഷയം ചൂണ്ടിക്കാട്ടണമായിരുന്നു. എന്തായാലും നിങ്ങൾ ഓരോ വിഷയത്തിലും സ്വീകരിക്കുന്ന നിലപാട് ഈ സംസ്ഥാനം കാണുന്നുണ്ട്, ജനങ്ങൾ കാണുന്നുണ്ട്. അതുകൊണ്ട് ഈ കണ്ണിൽ പൊടിയിട്ട് പോകാൻ കഴിയുമെന്ന് കരുതണ്ട. ഇപ്പോൾ കാണുന്നത് പോലെ ഈ പറഞ്ഞ എം വിൻസെന്റ് MLA ഇത്തരം വിഷയങ്ങളിൽ സ്വീകരിച്ച നിലപാട് പോലും ആവർത്തിച്ച് കാണാനുള്ള സംവിധാനം തൽക്കാലം ഉള്ളതുകൊണ്ട് ധാർമ്മിക ഉത്തരവാദിത്വം എന്നത് കാണിക്കുന്നത് തന്നെയായിരിക്കും നല്ലത് എന്നതാണ് പറയാനുള്ളത്. വളരെ നന്ദി. ഈ ചർച്ചയിൽ പങ്കെടുത്ത് മുൻകൂട്ടി അറിയിക്കാതെ തന്നെ ഈ ചർച്ചയിൽ പങ്കെടുത്ത എ ഷുക്കൂറിന് പ്രത്യേക നന്ദി. ഒപ്പം ശ്രീ എ വിജയരാഘവൻ, ശ്രീ സുഭാഷ് ബാബു, അഡ്വക്കേറ്റ് ആശ എന്നിവർക്കും നന്ദി. സ്പെഷ്യൽ എഡിഷൻ പൂർണ്ണമാകുന്നു. ഇനി MIT ന്യൂസ് കാണാം.